ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഇന്നത്തെ വചനചിന്തയ്ക്കായിട്ട് എല്ലാവർക്കും പഴയ നിയമത്തിലെ ഉത്തമഗീതം പുസ്തകത്തിലേക്ക് തിരിയാം. ഉത്തമഗീതം നിങ്ങൾ തിരിക്കുമ്പോൾ ആമുഖമായിട്ടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾക്ക് ചിലർക്കൊക്കെ എന്നെ അറിയാം, ഞാനൊരു ബൈബിൾ ടീച്ചറാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉത്തമഗീതമാണ്. അത് അങ്ങനെ ദൈവം നിയോഗിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. ഞാനായിട്ട് സ്വമേധ എടുത്ത് വായിക്കാൻ അത്ര ആഗ്രഹമുള്ളൊരു പുസ്തകമൊന്നുമല്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിൽ ഒരു 10-12 വർഷം മുമ്പ് എന്നോട് ദൈവം എടുത്തു പഠിക്കുവാൻ പറഞ്ഞ ഒരു പുസ്തകമാണ് ഉത്തമഗീതം. പിന്നീട് ഞാൻ വിദേശത്തും അമേരിക്കയിലും ഒക്കെ ആയിരുന്നപ്പോൾ എല്ലാം ഒരുപാട് പുസ്തകങ്ങളും ഇതിനെക്കുറിച്ച് ആഴമായിട്ട് പഠിക്കുവാൻ എനിക്ക് ദൈവം ഭാഗ്യം നൽകി. ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ഇന്ത്യയിലായിരുന്നിട്ട് ഒരൊറ്റ മലയാള പ്രസംഗം പോലും ഉത്തമഗീതത്തിൽ നിന്ന് പ്രസംഗിച്ചിട്ടില്ല. അതിനുള്ള നിയോഗം കിട്ടിയില്ല. പക്ഷേ കഴിഞ്ഞ മാസം ഞാനിരുന്ന് ഒരു ദിവസം രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ അത് പ്രസംഗിക്കണമെന്ന് എനിക്ക് ദൈവം ഒരു നിയോഗം നൽകി. അതിൻ്റെ പുറത്താണ് ഞാൻ ഇന്ന് ഈ വേദഭാഗവുമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഉത്തമഗീതത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ വാക്യം മുതൽ 4-ാമത്തെ വാക്യം വരെയാണ് ഞാൻ തന്നെ വായിക്കാം. ശലോമോന്റെ ഉത്തമഗീതം. അവൻ തൻ്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ. നിന്റെ പ്രേമം വീഞ്ഞിലും രസകരമാകുന്നു, നിന്റെ തൈലം സൗരഭ്യമായത്. നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു, അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ പിന്നാലെ എന്നെ വലിക്ക, നാം ഓടിപ്പോക. രാജാവ് എന്നെ പള്ളി അറകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങൾ നിന്നിൽ ഉല്ലസിച്ചാനന്ദിക്കും. നിന്റെ പ്രേമത്തെ വീഞ്ഞിനേക്കാളും ശ്ലാഘിക്കും. നിന്നെ സ്നേഹിക്കുന്നത് ഉചിതം തന്നെ. ഉത്തമഗീതം ഒരു ഗീതമാണ്, അല്ലേ? ഒരു കാവ്യാത്മക ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഗീതമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യാഖ്യാനത്തെ ചൊല്ലി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സഭയിലുണ്ട്. കഴിഞ്ഞ ഒരു 100 വർഷത്തിനിടയിലാണ് ആ അഭിപ്രായ വ്യത്യാസം ഉരുത്തിരിഞ്ഞു വന്നത്. അതിനു മുമ്പൊന്നും ഒരു അഭിപ്രായ വ്യത്യാസവും വിശ്വാസികളുടെ ഇടയിൽ ഇല്ലായിരുന്നു. വിശ്വാസികളുടെ ഇടയിലെന്ന് മാത്രമല്ല, യഹൂദന്മാരുടെ ഇടയിലും ഇല്ലായിരുന്നു. 2 രീതിയിൽ ഈ ഗീതത്തെ നമുക്ക് വായിക്കാമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ 100 വർഷത്തിനിടെ ഉരുത്തിരിഞ്ഞു വന്ന പാശ്ചാത്യ നാട്ടിൽ നിന്ന് വന്ന ഒരു ഉപദേശമാണ്. ഇത് വെറും കല്യാണങ്ങൾക്കും വിവാഹങ്ങൾക്കും പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിനും മാത്രമേ വായിക്കാവൂ. അതിനപ്പുറത്തൊന്നും ഈ പുസ്തകത്തിന് വലിയ പ്രസക്തിയൊന്നും ഇല്ല. കാരണം ഇതിനകത്ത് പിന്നെ അങ്ങോട്ട് പോകുമ്പം ചിലർക്ക് വായിക്കുമ്പോൾ നാണം വരും, അല്ലേ? വായിച്ചവർക്കറിയാം, വായിക്കാത്തവരെ എന്തോന്നും പറഞ്ഞിരിപ്പുണ്ട്, അല്ലേ? വായിച്ചവർക്കറിയാം ഇത് കുറച്ച് കഴിയുമ്പം ഇതൊക്കെ എന്തുവാടാ ഈ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്, അല്ലേ? സെമിനാരിയിൽ പ്രത്യേകിച്ച് നമ്മളോട് പറയും, ചെറുപ്പക്കാരൻ ഇത് വായിക്കണ്ട, അല്ലേ? എന്നാൽ 3000 വർഷമായിട്ട് പ്രബലമായ ഒരു വീക്ഷണം എന്ന് പറയുന്നത് ഇത് കാവ്യാത്മക ഭാഷയിൽ ദൈവവും തൻ്റെ ജനവുമായിട്ടുള്ള ബന്ധത്തെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു നല്ല ഗീതമാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ആ വീക്ഷണം? അതാണ് പരമ്പരാഗത യഹൂദന്മാരായാലും നമ്മുടെ സഭാപിതാക്കന്മാരെല്ലാം ഫോളോ ചെയ്ത അവരുടെ വീക്ഷണം അത് തന്നെയായിരുന്നു. ഇത് ചുമ്മാ കല്യാണത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകമല്ലേ. കല്യാണത്തെക്കുറിച്ചാണോ എന്ന് വെച്ചാൽ അതെ, അത് എനിക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല. കല്യാണം കഴിച്ചവർ അന്യോന്യമൊക്കെ പ്രസംഗിച്ച് പഠിപ്പിക്കുക, ഓക്കെ, അതാണ് ഞാൻ പ്രസംഗിക്കത്തില്ല. പക്ഷേ വിവാഹത്തെക്കുറിച്ച് മാത്രമുള്ള ഒരു പുസ്തകമാണെന്ന് പറഞ്ഞ് ഇതിനെ തള്ളിക്കളയുവാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ വായിച്ചതും പഠിച്ചതിലും വെച്ച് അങ്ങനെ ആവാൻ വഴിയില്ല. 3 കാരണങ്ങൾ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, എന്നിട്ട് ഇതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. ഒന്നാമതായിട്ട് ഈ 1-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. ശലോമോന്റെ ഉത്തമഗീതം, അതാണ് 1-ാമത്തെ വാക്യം. അപ്പോൾ ശലോമോന്റെ ഉത്തമഗീതം, ഏറ്റവും വലിയ ഗീതം, ഗീതങ്ങളുടെ ഗീതം ഇതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും ഒരാൾ 1 രാജാക്കന്മാർ 4:32 വായിക്കാവോ? 1 രാജാക്കന്മാർ 4:32. ആര്? ഈ ശലോമോൻ 3000 സദൃശ്യവാക്യങ്ങൾ പറഞ്ഞു. 1005 ഗീതങ്ങൾ ശലോമോൻ എഴുതി. അപ്പോൾ അത് മനസ്സിൽ വെക്കാം, മതി, അത്രയും വായിച്ചാൽ മതി ആ വാക്യം. ശലോമോൻ എത്ര ഗീതം എഴുതി? 1005 ഗീതം എഴുതി. ആ ഗീതങ്ങളിൽ ഏറ്റവും ഗീതമായ ഗീതമാണ് നമ്മൾ ഇന്ന് വായിച്ചത്, അല്ലേ? അപ്പോൾ ശലോമോൻ എഴുതിയ ഗീതങ്ങളിൽ ഏറ്റവും ഉത്തമമായ ഗീതമാണ് ഇന്നത്തെ ഈ ഗീതം. അപ്പോൾ ശലോമോൻ എഴുതിയ മറ്റ് ഗീതങ്ങളൊക്കെ ദൈവത്തെക്കുറിച്ചായിരുന്നു. ഏറ്റവും ഉത്തമമായ ഗീതം കല്യാണത്തെക്കുറിച്ചായിരുന്നു പറയുന്നത്. എന്തൊരു വിരോധാഭാസമാണ്, അല്ലേ? ദൈവാത്മാവിൻ്റെ നിറവിൽ ഒരു മനുഷ്യൻ എഴുതിയ ഏറ്റവും വലിയ പുസ്തകം ലൗകിക കാര്യത്തെക്കുറിച്ചാണെന്നും പിന്നെ പുള്ളി എഴുതിയതൊക്കെയാണ് ദൈവത്തെക്കുറിച്ചെന്ന് പറയുന്നത്. ദൈവവചനം വായിച്ച് അല്പമെങ്കിലും ബോധ്യമുള്ള ആർക്കും മനസ്സിലാവും അതെന്തൊരു വീക്ഷണം, അല്ലേ?
ദൈവം തനിക്ക് കൊടുത്ത ജ്ഞാനം എല്ലാം വെച്ച് ശലോമോൻ എഴുതിയ ഏറ്റവും വലിയ ഉത്തമ ഗീതം ദൈവത്തെക്കുറിച്ച് തന്നെയാണ്. ഇനി വേറൊരു കാരണം എന്തെന്ന് വെച്ചാൽ, ഇത് വിവാഹത്തെക്കുറിച്ചാണ്. അതിപ്പം വായിക്കുമ്പോഴേ അറിയാം, കാവ്യാത്മക ഭാഷയിൽ ഇവിടെ ഒരു വിവാഹ ചിത്രമാണ് അല്ലേ. ആദ്യം മനസ്സ് പൊരുത്തം വന്ന 2 കമിതാക്കളിൽ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ വിവാഹത്തിന് ശേഷമുള്ള ജീവിതം, അവരുടെ ശുശ്രൂഷ, ഇങ്ങനെയാണ് ഈ കഥ പോകുന്നത്. അപ്പോൾ ഈ വിവാഹത്തെക്കുറിച്ച് മാത്രമാണെന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ നിയമ വിശ്വാസികൾക്ക് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റത്തില്ല. കാരണം ഈ വിവാഹം എന്തിനെക്കുറിച്ചാണ്? എഫീസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് വിവാഹമേ ഒരു ചിത്രമാണ്. എന്തിൻ്റെ? കർത്താവും തൻ്റെ കാന്തയായ സഭയുടെയും ചിത്രമാണെന്ന്. അപ്പോൾ ഈ പുസ്തകം വിവാഹത്തെക്കുറിച്ചാണേ പോലും ശലോമോൻ അതിനപ്പുറത്തൊന്നും ചിന്തിച്ചില്ലേ പോലും പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ച് ഈ വിവാഹവും നിങ്ങളുടെ വിവാഹവും തൊട്ടടുത്തിരിക്കുന്ന അയൽക്കാരൻ്റെ വിവാഹവും എല്ലാ വിവാഹവും ഒരു ചിത്രമാണ്. കർത്താവും തൻ്റെ കാന്തയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു നിഴല് മാത്രമാണ് മാനുഷിക വിവാഹമെന്ന് എഫീസ്യ ലേഖനം 5 പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭർത്താക്കന്മാർ കർത്താവിനെ പോലെ സ്നേഹിക്കണം, ഭാര്യമാർ സഭയെ പോലെ കീഴടങ്ങണം എന്നൊക്കെ പിന്നെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാന വസ്തുത ഇതാണ്: എല്ലാ വിവാഹങ്ങളും എല്ലാ മാനുഷിക വൈവാഹിക ബന്ധങ്ങളും ഒരു ചിത്രം മാത്രമാണ്, ഒരു നിഴല് മാത്രമാണ്. അപ്പോൾ ആ സത്യത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ നമുക്ക് പറയാം, ഈ പുസ്തകം ദൈവവും തൻ്റെ ജനവും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ഒരു ചിത്രം മാത്രമാണ്. ഇനി വാക്യങ്ങളെടുത്ത് വായിക്കുന്നില്ല. പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് യേശുക്രിസ്തുവിനെ പല ഭാഗത്തും സഭയുടെ മണവാളനായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടല്ലേ. മത്തായി 25:1, റോമാലേഖനം 7:4, 2 കൊരിന്ത്യർ 11:2, എഫീസ്യ ലേഖനം 5:32. ഇവിടെ എല്ലാം കർത്താവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മണവാളൻ എന്നാണ്. അപ്പോൾ സഭയ്ക്ക് മണവാളൻ എന്ന രീതിയിൽ ദൈവത്തോടൊരു ബന്ധമുണ്ട്. സഭ എപ്പോഴും കർത്താവെന്നും നാഥനെന്നും ഇടയനെന്നും രാജാവെന്നും ഒക്കെ വിളിച്ചു പരിചരിച്ചിട്ടുണ്ടെങ്കിലും സഭയ്ക്ക് വിളിക്കാൻ പറ്റിയ വേറൊരു പേരാണ് മണവാളൻ. നിങ്ങൾ എത്ര പേരങ്ങനെ ചിന്തിക്കാറുണ്ട്? എന്നോട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 10-12 വർഷം മുമ്പ് എന്നോട് ദൈവം ഈ പുസ്തകം എടുത്ത് പഠിക്കാൻ പറഞ്ഞു. അന്ന് എന്നോട് ദൈവം പറഞ്ഞ ഇതാണ്: ഇനി മുതൽ യേശുക്രിസ്തുവിനെ വെറും ഒരു ദൈവമായിട്ട് കാണരുത്, മണവാളനായിട്ട് കണ്ടു പഠിക്കണം. എൻ്റെ സ്വകാര്യ നിമിഷങ്ങളിൽ ഞാൻ ദൈവത്തെ വിളിക്കുന്ന പേരതാണ്, എൻ്റെ മണവാളനാണ് അല്ലേ. വിവാഹം കഴിക്കത്തില്ലെന്ന് അന്ന് അറിയത്തില്ലായിരുന്നു. വിവാഹം കഴിക്കാത്ത ഒരു ദൈവദാസന് പറ്റിയ പേരാണ് ദൈവത്തെ വിളിക്കാൻ അല്ലേ. ചിലർ ചോദിക്കും, വിവാഹം കഴിക്കാത്തതിൽ സങ്കടമില്ലേ? ആര് പറഞ്ഞു സങ്കടം ഉണ്ടെന്നൊക്കെ? ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരുങ്ങിയിരിക്കുന്നത്, കുഞ്ഞാടിൻ്റെ കല്യാണം. അത് മാത്രമേ കാണത്തുള്ളൊരു കല്യാണം, പക്ഷെ അത് മതി അല്ലേ. അപ്പോൾ എൻ്റെ മണവാളനാണ്. അത് നിങ്ങളുടെ മണവാളൻ. നിങ്ങൾ കല്യാണം കഴിച്ചെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്കും വിളിക്കാൻ പറ്റിയൊരു പേരാണ് എൻ്റെ മണവാളനാണ്, നമ്മുടെ മണവാളനാണ്. അതുപോലെ സഭയെ വിളിച്ചിരിക്കുന്ന പേരാണ് കാന്ത, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അല്ലേ മണവാട്ടിയാണ്. എഫീസ്യ ലേഖനം 5:32, വെളിപ്പാട് പുസ്തകം 19:7, 29:21, 2-9 അവിടെ എല്ലാം. അപ്പോൾ ഈ ഒരു വൈവാഹിക ബന്ധം പോലൊരു പ്രേമബന്ധം സഭയ്ക്കും കർത്താവിനും ഉണ്ടെന്ന് പുതിയ നിയമം പഠിപ്പിക്കുന്നുണ്ട്. ഈ 3 വസ്തുതകൾ, ഇതിൽ കൂടുതൽ കാരണങ്ങളുണ്ട്. ഇത് ബൈബിൾ സ്റ്റഡി അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല. ഈ 3 കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ ഇപ്പോൾ വായിച്ച വേദഭാഗം നമ്മുടെ ആത്മീക ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ വ്യാഖ്യാനിക്കുന്നത്, അല്ലാതെ ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ചല്ല. ഓക്കെ, എല്ലാവരും എൻ്റെ കൂടെയാണെന്ന് വിചാരിക്കുന്നു. ഈ വ്യാഖ്യാനം എന്തുകൊണ്ട് ഇയാൾ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നു ചോദിച്ചാൽ ഇതൊക്കെയാണ് കാരണം. അപ്പോൾ ഇത് ഒരു കാവ്യാത്മക ഭാഷയിൽ കർത്താവായ യേശുവും തൻ്റെ കാന്തയായ സഭയും തമ്മിലുള്ള ബന്ധത്തെ വിവരിച്ചിരിക്കുന്ന ഒരു ഗീതമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഗീതമായതുകൊണ്ട് തന്നെ അതിനെ ആ രീതിയിൽ വേണം വ്യാഖ്യാനിക്കാൻ. നമ്മളൊരു പദ്യം എടുത്തിട്ട് ആക്ഷരീയമായിട്ട് ആരെങ്കിലും വ്യാഖ്യാനിക്കുമോ? അല്ലേ. ഇപ്പോൾ ഒരാൾ പറയുകയാണ് എൻ്റെ പ്രിയ ഒരു പൂവിനെ പോലാണെന്ന് പറയുമ്പം നമ്മൾ ആരെങ്കിലും ചോദിക്കുമോ മുള്ളുണ്ടോ? അല്ലേ. നമ്മൾ പറയുകയാണ് എൻ്റെ ഭാര്യ ഒരു റോസാ പൂവിനെ പോലാണ്, അപ്പോൾ മുള്ളുണ്ടല്ലേ. അത് ആക്ഷരീയമായ വ്യാഖ്യാനമായിപ്പോയി. പുള്ളി പറഞ്ഞത് ഭംഗിയായ ഒരു പൂവിനെ പോലെ അഴകുള്ളവൾ എന്നാണ് എന്ന് പറഞ്ഞതുപോലെ ഒരു കവിതയായതുകൊണ്ട് അതിനെ നമ്മൾ അക്ഷരീയമായല്ല വ്യാഖ്യാനിക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തോ എനിക്ക് ഭാവന തോന്നുന്നു എന്തും പറയാമെന്നാണോ? അല്ലേ. എനിക്ക് ഇഷ്ടമുള്ള എന്തും പറയാം, അങ്ങനല്ല. വചനത്തെ വചനത്തോട് തട്ടി നമ്മൾ വ്യാഖ്യാനിച്ച് മുന്നോട്ട് പോകാനായിട്ട് പോവുകയാണ്. 2-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇതാണ് ഈ പുസ്തകത്തിൻ്റെ ആരംഭം. മറ്റേത് തലക്കെട്ടാണ്, ശലോമോൻ്റെ ഉത്തമയുടെ. ഈ ആരംഭം ഒന്ന് ശ്രദ്ധിക്കണമേ. മണവാളനെ കൊണ്ടല്ല ഈ പുസ്തകം തുടങ്ങുന്നത്, മണവാട്ടി കൂടാണ് തുടങ്ങുന്നത്. സഹോദരിയാണ് ആദ്യം സംസാരിക്കുന്നത്. അവളുടെ ഹൃദയത്തിലെ ഒന്നാമത്തെ നിലവിളി പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. ഇത് വളരെ കാതലായ ഒരു വിഷയമാണ്. ഇത് മനസ്സിലാക്കാതെ ഈ പുസ്തകം പിന്നീട് വായിക്കുമ്പോഴാണ് പലർക്കും ലജ്ജയും നാണോ അയ്യേ എന്നൊക്കെ പറയുന്നത്. ഈ പുസ്തകത്തിൻ്റെ ആമുഖം ഇവിടാണ്.
ഈ പുസ്തകത്തിൻ്റെ താക്കോൽ ഇവിടാണ്. ഈ പുസ്തകം എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് ഈ ഒന്നാമത്തെ വാക്യം മനസ്സിലാക്കിയാലേ പറ്റത്തുള്ളൂ, അല്ലേ? ഇവിടെയാണ് കാന്തയായവളുടെ ഹൃദയത്തിലെ ഏറ്റവും ആദ്യത്തെ നിലവിളി രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഒരു രീതി പറഞ്ഞാൽ കാന്തയായവളുടെ ഒന്നാമത്തെ പ്രാർത്ഥന, അല്ലേ? എന്താണ് ഈ പ്രാർത്ഥന? അവൻ തൻ്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ. ഇപ്പം തന്നെ ചിലർക്കൊക്കെ ഇന്ന് വരണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ ചിലർക്ക് ഈ ചുംബനം എന്നൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു പ്രയാസമാണ്. പക്ഷേ ഇതേ ആൾക്കാർക്ക് ഉത്തമഗീതം വായിക്കാൻ മടിയുള്ളവർക്ക് 2-ാം സങ്കീർത്തനം സുഖമായിട്ട് വായിക്കാം. അതെങ്ങനെ? 2-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ വാക്യം 2:12 പറഞ്ഞിട്ടുണ്ട്, പുത്രനെ ചുംബിക്കുക. വായിച്ചിട്ടുണ്ടോ? നമ്മൾ പുത്രനെ, അത് കുഴപ്പമില്ല, പുത്രൻ നമ്മളെ ചുംബിക്കുക, അയ്യേ, അല്ലേ? ഇതൊക്കെ ഒരു വല്ലായ്മ കേട്ടോ. ഈ 2ഉം വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കർത്താവിനെ ചുംബിക്കണം, കർത്താവ് നമ്മളെയും ചുംബിക്കട്ടെ എന്ന് 2ഉം ഉണ്ട്. ഈ 2ഉം കാവ്യാത്മകമാണ്, അല്ലാതെ ആക്ഷരീയമായ ചുംബനത്തെക്കുറിച്ചൊന്നും ഇവിടെ ആരും ഇരുന്ന് ചിന്തിക്കരുത്. ഇതിൻ്റെ അർത്ഥം നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. പക്ഷേ ഇവിടെ ഈ കാന്ത പറയാണ്, അവൻ എന്നെ ചുംബിക്കട്ടെ. അപ്പം ചുംബനം എന്താണെന്നൊന്ന് ചിന്തിക്കണം. എന്താ ഈ ചുംബനം? നമുക്ക് ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു കുട്ടിയോടോ ഒരു വസ്തുവിനോടോ ഒക്കെ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ ആ സ്നേഹം പ്രദർശിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു മുഖാന്തരമാണ് ചുംബനം, അല്ലേ? ഇപ്പം എനിക്ക് ഒരു വാവയെ കിട്ടിയാൽ ചുംബിക്കാൻ തോന്നും, അല്ലേ? കാരണം അത് നമുക്ക് ആകർഷണീയമാണ്, നമുക്കതിനോടൊരു വാത്സല്യമൊക്കെ തോന്നും, അല്ലേ? അപ്പം ചുംബനം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ പ്രദർശനമാണ്, വെളിപ്പെടുത്തലാണ്. ഇനി ചുംബനത്തിന് വേറൊരു അർത്ഥവും കൂടെ ഉണ്ട്. ഈ ചുംബനം സ്വീകരിക്കുന്ന വ്യക്തിക്ക് ഈ ചുംബനം ലഭിക്കുമ്പോൾ എന്ത് കിട്ടുന്നു? അങ്ങോട്ട് സ്നേഹം ഉണരുന്നു, അല്ലേ? ചുംബനം കൊടുത്ത് ഉണർത്തുന്നു, അല്ലേ? അങ്ങനെ ഒരു അർത്ഥവും കൂടെ ഉണ്ട്. ഈ 2 അർത്ഥവും വെച്ച് ഇതൊന്ന് വായിക്കണം. കർത്താവേ, എൻ്റെ കാന്തനെ, എൻ്റെ മണവാളനെ, നിന്റെ സ്നേഹം എനിക്കൊന്ന് പ്രദർശിപ്പിച്ചറിയണം, അതുനിമിത്തം എൻ്റെ ഉള്ളിൽ അങ്ങോട്ട് സ്നേഹം ഉണർന്നു വരണം, അല്ലേ? അതുകൊണ്ടാണ് അധരങ്ങളാൽ അവൻ എന്നെ ചുംബിക്കട്ടെ. ഒരു പ്രകടനം, ഒരു വെളിപ്പാട് എനിക്ക് കടന്നു വരണം, അല്ലേ? ഇപ്പോൾ സ്നേഹമുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം പോരെ, അല്ലേ? ചില മക്കളോടൊക്കെ ചില യൂത്ത് മീറ്റിങ്ങിലൊക്കെ നമ്മൾ കേൾക്കുന്ന കാര്യമാണ്, അച്ഛൻ എന്നോട് സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ പ്രകടിപ്പിക്കാറില്ല. പിന്നെന്തോന്ന് സ്നേഹം? അത് എഴുതി ഇങ്ങനെ വെച്ചിട്ടുണ്ട്, സ്നേഹമുണ്ട്, ഒപ്പിട്ടിട്ടുണ്ട്, ഇത് മുദ്രക്കടലാസി തരാം. അതെന്താ? ആർക്ക് വേണോ ആ സ്നേഹം, അല്ലേ? അതാർക്കും വേണ്ട. അപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധത്തിലോ ആ വചനത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലേ? ദൈവം എഴുതി വെച്ചിട്ടുണ്ട്, ആമേനും പറഞ്ഞങ്ങ് പാസ്സാക്കിയാൽ മതി. അങ്ങനല്ല, ഈ കാന്തയ്ക്ക് അത് പോരാ, അല്ലേ? ചിലപ്പോൾ പുരുഷാരത്തിന് അത്രയൊക്കെ മതിയായിരിക്കും. ദൈവത്തിനോട് സ്നേഹം കൊണ്ടായിരിക്കും, പോട്ടെ, ഒരു ഹാലലി ഒരു ആമേനും പറഞ്ഞങ്ങ് പോവാം. അങ്ങനല്ല, ഈ കാന്തയ്ക്ക് അങ്ങനെ പൊതുവായുള്ള കുറേ പ്രസ്താവനകൾ കേട്ടാൽ പോരാ, അനുഭവിച്ചറിയണം. നമ്മൾ കാന്തയുടെ ഒന്നാമത്തെ പ്രാർത്ഥന പഠിക്കുമ്പോൾ ആ കാന്തയുടെ ഹൃദയം വെളിപ്പെട്ട് വരുന്നുണ്ടോ? എനിക്ക് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊരു പ്രസംഗം കേട്ടാൽ പോരാ, കുറേ വാക്യങ്ങൾ കാണാൻ പഠിച്ച് ബൈബിൾ സ്റ്റഡി നടത്തിയാൽ പോരാ, അല്ലെങ്കിൽ എനിക്കിതെല്ലാം അറിയാമെന്ന് കുറേ പേര് 10 പേര് പറഞ്ഞാൽ പോരാ, പാണ്ഡിത്യം പോരാ, എനിക്ക് സ്വമേധ രുചിച്ചറിയണം. വ്യക്തിപരമായ ഒരു സ്നേഹപ്രദർശനം എനിക്ക് കർത്താവിൽ നിന്ന് പ്രാപിക്കണം. അതെന്തിനായി വീണ്ടും പ്രാപിക്കണ്ടേ? ക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്നറിഞ്ഞാൽ പോരെ? അവിടെയാണ് സ്നേഹബന്ധത്തിൻ്റെ പ്രത്യേകത, അല്ലേ? സ്നേഹബന്ധത്തിൽ നിങ്ങൾ കല്യാണം കഴിച്ചപ്പോൾ ഉഭയസമ്മതം ചൊല്ലി സ്നേഹമാണെന്നൊക്കെ പറഞ്ഞു, പിന്നെ ഒരിക്കലും പറയാതിരുന്ന ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കല്യാണം കഴിച്ച നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. അന്ന് പറഞ്ഞല്ലോ, അത് മതി. അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ. അത് കാണുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ഇച്ചായം പറഞ്ഞിട്ടുണ്ട് എന്ന് ഏതെങ്കിലും ഭാര്യമാർ പറയൂ? എന്നാൽ എന്ത് സുഖമായിരുന്നല്ലേ, സ്വർഗ്ഗം. അവിടെ ഭർത്താക്കന്മാരൊക്കെ ഇരുന്ന് ചിരിക്കുന്നു, അങ്ങനൊരു കുടുംബജീവിതം കിട്ടിയിരുന്ന എന്ത് സൗകര്യമായിരുന്നു, അല്ലല്ലേ? ഓരോ അനുനിമിഷം ചിലപ്പോൾ പറയേണ്ടി വരും, ഇല്ലെങ്കിൽ ടെൻഷനാണ്. സ്നേഹം ഇല്ലേ അപ്പോൾ ഇനി, അല്ലേ? അതാണ് സ്നേഹബന്ധത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് വസ്തുതകളൊക്കെ അറിയാമെങ്കിലും ഒന്ന് രുചിച്ചറിഞ്ഞാലേ ആ ഊഷ്മളത കടന്നു വരത്തുള്ളൂ. നമ്മൾ എന്തിനാ വീണ്ടും വീണ്ടും ഞായറാഴ്ച തോറും ഒന്ന് ആരാധിക്കുന്നത്? ഇത് വീണ്ടും വീണ്ടും ചെയ്ത് ഓർക്കണ്ടേ? ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഞാൻ, കർത്താവിൻ്റെ മേശയിൽ ഒരിക്കൽ ചെയ്തിട്ടുണ്ട്, ഒരിക്കൽ സഭായോഗത്തിന് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോരെ? കർത്താവിൽ വന്നല്ലോ, ഞാൻ പാപമൊന്നും ചെയ്യുന്നില്ല പക്ഷേ വരുന്നില്ല എന്ന് പറഞ്ഞാൽ തുടർമാനമായ ഒരു സ്നേഹബന്ധത്തിൻ്റെ ഊഷ്മളത കാണത്തില്ല. ഒരിക്കൽ പ്രാർത്ഥിച്ചാൽ മതിയോ? എന്തിനാ എന്നും പോയി പ്രാർത്ഥിക്കണ്ടേ? ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ഇമ്പോർട്ടൻറ്റ്,
പണ്ടാരുണ്ട് എൻ്റെ ഒരു സഹോദരൻ പറഞ്ഞ പോലെ കർത്താവ് നമ്മളോട് പറഞ്ഞു തുടർമാനമായിട്ട് പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ മുതൽ അത് പ്ലേ ചെയ്യും. ഞാൻ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്, എൻ്റെ പ്രാർത്ഥനകൾ തന്നെയാണ് കേൾക്കുന്നത്. ദൈവം കേൾക്കുന്നുണ്ടല്ലോ, പിന്നെന്തിനാ കർത്താവ് വീണ്ടും വീണ്ടും വരണമെന്ന് പറഞ്ഞ്? ഞാൻ അന്ന് പ്രാർത്ഥിച്ച വിശ്വാസത്തോടും കൂടാണ്, അല്ലാതെ ചുമ്മാ കേൾപ്പിക്കാൻ വേണ്ടിയല്ല. അതല്ലല്ലോ കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്താണ്? പ്രാർത്ഥന ബന്ധത്തിലാണ് ഇമ്പോർട്ടൻ്റ്, അല്ലാതെ നിങ്ങൾ പറയുന്ന മന്ത്രങ്ങൾക്കൊന്നുമല്ല, വാക്കുകൾക്കല്ല, കുറേ കർത്താവ് പറഞ്ഞ ജൽപ്പനങ്ങൾക്കല്ല. അത് ജാതീയന്മാരാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തെ അറിഞ്ഞുകൂടാത്തവർ 1000 പ്രാവശ്യം 100 പ്രാവശ്യം ഇപ്പോൾ വാട്സാപ്പിലൊക്കെ വരും അല്ലേ, ഈ പ്രാർത്ഥന 3 പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ 4-ാം ദിവസം നിങ്ങൾ തട്ടിപ്പോവും അല്ലേ. എനിക്കങ്ങനെ തോന്നുന്നു, തട്ടിപ്പോവും. അവർ പറയുന്നത് 4-ാം ദിവസം നിങ്ങൾ കോടിപതിയാവും എന്നിങ്ങനെ പറയും. ഇതൊക്കെ ബന്ധത്തിനൊരു പ്രസക്തിയുമില്ലാത്ത മനുഷ്യൻ കണ്ടുപിടിച്ച ആത്മീയതയാണ് അതൊക്കെ. അപ്പോൾ ബന്ധത്തിനകത്ത് കൊടുക്കൽ വാങ്ങലുകളുണ്ട്. ഹൃദയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കർത്താവിനോട് ഇഷ്ടമാണെന്ന് അങ്ങോട്ട് പറയുന്നു, കർത്താവ് ഇങ്ങോട്ട് ഇഷ്ടമാണെന്ന് പറയുന്നു. ഈ ഒരു കെമിസ്ട്രി നമ്മൾ ഇംഗ്ലീഷിൽ പറയും അല്ലേ. ഈ ഒരു ബന്ധത്തിനകത്തുള്ള കൊടുക്കൽ വാങ്ങലുകൾ അനുഭവിച്ചാലേ ഈ പറയുന്ന കാന്തയ്ക്ക് സംതൃപ്തിയുള്ളൂ. വേറെ ചിലർക്ക് വേറെ തരം കൊടുക്കൽ വാങ്ങലുകളിലാണ് താല്പര്യം, അനുഗ്രഹങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകൾ അല്ലേ. ദൈവമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെ ഇരിക്കുന്നു ഇന്ന് നമ്മൾ ശോധന ചെയ്യും. അപ്പോൾ ഈ കാന്തയ്ക്ക് ദൈവത്തിൽ നിന്ന് പുത്തനായിട്ട്, ഇന്നലെ കേട്ടത് പോരാ, പുതിയതായിട്ട് ഒരു അനുഭവം എനിക്ക് കടന്നു വരണം. പക്ഷെ ഇവിടെ എങ്ങനെ കടന്നു വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവ് അത് വെളിപ്പെടുത്തണം, അവൻ്റെ അതരത്താൽ അവനത് വെളിപ്പെടുത്തണം. അപ്പം നമ്മളോടൊക്കെ ദൈവം സാധാരണഗതിയിൽ എങ്ങനെയാണ് വിശ്വാസികളോട് ദൈവം അവൻ്റെ സ്നേഹം അല്ലെങ്കിൽ അവൻ്റെ എന്ത് വെളിപ്പാടും പകർന്നു വരുന്നത്? അവിടെയാണിത് ഈ ദൈവവചനം കടന്നു വരുന്നത്. അവൻ്റെ അതരത്താലുള്ള ചുംബനം എന്താണെന്ന് പണ്ട് യഹൂദ ശാസ്ത്രിമാരോട് ചോദിച്ചപ്പോൾ പഴയൊരു റബ്ബായി പറഞ്ഞതാണ്, അവൻ്റെ വായിൽ നിന്ന് വരുന്ന ചുംബനം ദിവ്യവചനമാകുന്നു, തിരുവചനമാകുന്നു അല്ലേ. കർത്താവിൻ്റെ വായിൽ നിന്ന് ഒരുപാട് വാക്യങ്ങളുണ്ട്. കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം അല്ലേ, മനുഷ്യൻ അപ്പത്താൽ ജീവിക്കല്ല, കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം. അപ്പോൾ ഇവിടെ നമുക്ക് ആ രീതിയിൽ വ്യാഖ്യാനിക്കാം, കർത്താവേ നിൻ്റെ വചനത്താൽ നിൻ്റെ സ്നേഹം എനിക്ക് ഒന്നുകൂടൊന്ന് വെളിപ്പെടുത്തി തരണം, അതിലൂടെ എൻ്റെ ഉള്ളത്തിൽ അങ്ങയോടുള്ള സ്നേഹം ഒന്ന് ഉണർന്നു വരണം അല്ലേ. 1 യോഹന്നാനിൽ നമ്മൾ അങ്ങനെയല്ലേ വായിക്കുന്നത്, നാമല്ല അവനെ സ്നേഹിച്ചത്, അവൻ നമ്മെ സ്നേഹിച്ചത് നിമിത്തം നാം അവനെ സ്നേഹിക്കുന്നു. നമുക്ക് സ്വന്തമായിട്ടിരുന്ന് കുറേ പ്രാർത്ഥനയും കുറേ കയ്യടിയും കൊണ്ടൊന്നും അങ്ങോട്ട് സ്നേഹം വർദ്ധിപ്പിക്കാനേ പറ്റുകയില്ല അല്ലേ. സഭകളിൽ പോകുമ്പോൾ കാണാൻ പറ്റും, നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ആരാണ് പഴയ വിശ്വാസി, ആരാണ് പുതിയ വിശ്വാസി. കണ്ടിട്ടുണ്ടോ? ഇവിടെ വരുമ്പോൾ എനിക്കറിയാം, ആ അങ്കിൾ അവിടെ ഇരുന്ന് കരയും അല്ലേ, വിജയൻ അങ്കിൾ ഇരുന്ന് കരയും, കാരണം ഇപ്പം അങ്ങോട്ട് സ്നാനപ്പെട്ടതേ ഉള്ളൂ അല്ലേ. വേറെ ചിലരിരുന്ന് തപസ്സാണ്, മുക്കലോടെ മുക്കൽ, ഒരു സ്നേഹവും വരുന്നില്ല. അതെന്താണ് കാരണം? വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസമല്ല, അവിടെ ഇപ്പോൾ അടുത്ത കാലത്ത് അങ്ങോട്ട് ദൈവസ്നേഹം അങ്ങോട്ട് രുചിച്ചറിഞ്ഞതേ ഉള്ളൂ. ദൈവസ്നേഹം രുചിച്ചറിഞ്ഞാൽ അങ്ങോട്ട് സ്നേഹം വരും. അതോ 1 യോഹന്നാനിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ നമ്മെ സ്നേഹിച്ചത് നിമിത്തമാണ് നമ്മൾ അവനെ സ്നേഹിക്കുന്നത്, അല്ല നമ്മളാരും വലിയ ഭക്തിയുടെ വലിയ രാജാക്കന്മാരൊന്നുമല്ല. ഒരു വ്യക്തി എന്താ ഇത്ര തീക്ഷ്ണതയോടെ ദൈവത്തെ ആരാധിക്കുന്നത്, എപ്പോഴും ഇത് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ദൈവസ്നേഹം അനുഭവിക്കുന്നു. അതാണ് ഈ കാന്തയും പറഞ്ഞു വെക്കുന്നത്, ഇങ്ങോട്ട് വെളിപ്പെടുത്തിത്താ എൻ്റെ ഉള്ളവും ഉണരും. അപ്പം നമ്മൾ ചിലർ പറയും ഉണർവ് വരണമെന്ന്. എങ്ങനെ വരും ഉണർവ്? ദൈവസ്നേഹത്തെക്കുറിച്ച് വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ആഴത്തിൽ വെളിപ്പെടുത്തി തരുമ്പോൾ വരുന്നതാണ് ഉണർവ്. അല്ലാതെ കോപ്രായം കാണിക്കുമ്പോഴും കിടന്ന് തുള്ളുമ്പോഴും സർക്കസ് കാണിക്കുമ്പോഴും വരുന്ന എല്ലാ ഉണർവ്. വൈകാരികമായിട്ട് മനിപ്പുലേറ്റ് ചെയ്ത് നമുക്ക് ഉണർവ് വരുത്താൻ പറ്റത്തില്ല. ദൈവവചനത്തിലൂടെ യേശുക്രിസ്തുവിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചും മനോഹാരിതയെക്കുറിച്ചും ഒരു പുത്തൻ ദർശനം നമ്മൾ പ്രാപിക്കണം. അപ്പോഴാണ് ഹൃദയത്തിൽ തീക്ഷ്ണത കടന്നു വരുന്നത്. ഇത്ര മനോഹരമായ എൻ്റെ കാന്തൻ അല്ലേ, കാന്തൻ ഏതോ ഒരുത്തനാണെന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഇതൊന്നും തോന്നത്തില്ല. അപ്പോൾ കണ്ടോ, ഈ സഹോദരി ഈ കാന്ത പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ അങ്ങയുടെ വചനത്താൽ, അങ്ങയുടെ അതരത്തിൽ നിന്ന് പുറപ്പെടുന്ന അങ്ങയുടെ വെളിപ്പാട് നിമിത്തം എനിക്ക് അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ചൊരു പുതിയ ദർശനം പകർന്നു തരണം. അത് നിമിത്തം എൻ്റെ ഉള്ളിൽ അങ്ങയെക്കുറിച്ചുള്ള ഒരു ഉണർവ് കടന്നു വരിക തന്നെ വേണം കർത്താവേ. അപ്പോൾ സ്നേഹബന്ധത്തിൽ തുടർമാനമായിട്ട് സംഭവിക്കേണ്ട ഒന്നാണ് വീണ്ടും വീണ്ടും യേശു ക്രിസ്തു ആരാണെന്ന് ദൈവവചനത്തിലൂടെ നമ്മൾ രുചിച്ചറിയണം.
ഈ വാക്യത്തിൽ വെളിപ്പെട്ടു വരുന്ന ആ കാന്തയുടെ ഹൃദയത്തിൻ്റെ ഒരു സവിശേഷത എന്താണെന്നറിയാവോ? വാഞ്ച, വാഞ്ച, ദാഹം, ആഗ്രഹം, അഭിനിവേശം, അല്ലേ? ഡിസയർ, പാഷൻ, അല്ലേ? ലോങ്ങിങ്. നിങ്ങൾക്ക് വാഞ്ചയുണ്ടോ? അല്ലേ? ദൈവത്തെ അറിയുവാൻ അഭിനിവേശമുണ്ടോ? ഇന്ന് നമ്മൾ ചില പിള്ളേരോടൊക്കെ നിങ്ങൾക്ക് IAS ആവണോ ഉടനെ എല്ലാവരും എന്ന് പറയും, അല്ലേ? നിങ്ങൾക്ക് കർത്താവിന് ഇതുപോലെ രുചിച്ചറിയാൻ വാഞ്ചയുണ്ടോ? അഭിനിവേശമുണ്ടോ? ഉണ്ടെങ്കിലേ മണവാട്ടി സഭയുടെ ഭാഗമായുള്ളൂ. ഇല്ലെങ്കിൽ ഏത് സഭയുടെ ഭാഗമാണെന്നറിയാമോ? വ്യാപാര സഭ. അങ്ങനൊരു സഭയുണ്ട്. കർത്താവുമായിട്ട് വ്യാപാരം ചെയ്യുകയാണ്. നമ്മൾ പുതിയ നിയമത്തിലെ സുവിശേഷത്തിലും കാണുന്നൊരു കൂട്ടരുണ്ട്, പുരുഷാരം, അല്ലെ? 2 കൂട്ടരാണ് യേശുവിൻ്റെ കൂടെ എപ്പോഴും നടന്നത്. ഒന്ന് ശിഷ്യന്മാരും മറ്റേത് പുരുഷാരം. പുരുഷാരം വരുന്നത് കൊടുത്തു പിന്നെ കിട്ടി, ട്രാൻസാക്ഷൻ, കൊടുക്കൽ വാങ്ങലാണ്. ഹൃദയത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകളല്ല. കർത്താവേ ഞങ്ങളിതാ വന്നിട്ടുണ്ട്, ഇങ്ങോട്ട് അപ്പം ഇട്, നിന്റെ വചനമൊക്കെ ഇരുന്ന് കേട്ടു, ഇനി ഫുഡ്, അല്ലേ? പണ്ട് ആരാണ്ടോ പറഞ്ഞല്ലോ, മീറ്റിങ്ങിൽ മീറ്റ് ഉണ്ടെങ്കിൽ വി വിൽ മീറ്റ്, അല്ലേ? മീറ്റിംഗ് കഴിഞ്ഞുള്ള ബിരിയാണി നോക്കി വരികയാണ്. മീറ്റിങ്ങിന് ഞങ്ങൾ ഇരുന്നല്ലോ, അതിന് കൂലിയായിട്ട് ബിരിയാണി തരണം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടാനും വാങ്ങാനും കൊടുക്കാനും മാത്രം ഇന്ന് അങ്ങനെ പ്രസംഗിക്കുന്നവരുണ്ടല്ലേ. നിങ്ങൾ കർത്താവിനെ ഒന്ന് വിശ്വസിച്ച് നോക്ക്, നിങ്ങൾ ഈ ഇവിടെ അത് വെച്ചിട്ട് പോലും ഇല്ല ഒന്ന് കാണിക്കാൻ, സ്തോത്ര കാഴ്ചയിൽ ഒരു 100 രൂപ ഇട്ട് നോക്ക്. ഇങ്ങനെ ബെയ് രാജ ബെയ് എന്ന് പറയുന്ന കുറേ പ്രസംഗകരുണ്ടല്ലേ. അതല്ല ഈ കാന്ത പ്രസംഗിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പ്രസ്താവിക്കുന്നതും എനിക്ക് നിന്നെ അറിയണം, നിന്റെ മനോഹാരിത അറിയണം, നിന്റെ സ്നേഹത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് എനിക്ക് നിന്നോട് ആഴമേറിയ ഒരു സ്നേഹമുണ്ടായിരിക്കണം. ഈ പ്രാർത്ഥന ഞാൻ ആത്മീയ അർത്ഥത്തിൽ ഒന്ന് വ്യാഖ്യാനിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവായ യേശുവേ, അങ്ങയുടെ അധരങ്ങളിൽ നിന്ന് പൊഴിയുന്ന തിരുവചനത്താൽ അങ്ങയുടെ സ്നേഹത്തെ വെളിപ്പെടുത്തി പരിശുദ്ധാത്മാവിനാൽ എന്നെ ഒന്ന് ഉണർത്തണമേ. ഇതാണ് അവൻ്റെ അധരം എന്നെ ചുംബിക്കട്ടെ എന്നുള്ളതിൻ്റെ ആത്മീയ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്. കർത്താവായ യേശുവേ, അങ്ങയുടെ അധരങ്ങളിൽ നിന്ന് പൊഴിയുന്ന തിരുവചനത്താൽ അങ്ങയുടെ സ്നേഹത്തെ വെളിപ്പെടുത്തി പരിശുദ്ധാത്മാവിനാൽ എന്നെ ഒന്ന് ഉണർത്തണമേ. എത്ര നല്ല പ്രാർത്ഥന അല്ലേ? അങ്ങനെ ഈ വെളിപ്പാട് ശുശ്രൂഷയും ഉണർത്തു ശുശ്രൂഷയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ അയക്കണമെന്നാണ് ഈ പറയുന്നത്, അല്ലേ? നമുക്കറിയാം, ദൈവവചനം പഠിച്ചിട്ടുള്ളവർക്കറിയാം, പുതിയ നിയമത്തിലെ ദൈവശാസ്ത്രം അറിയാവുന്നവർക്കറിയാം, വെളിപ്പാട് പരിശുദ്ധാത്മാവിലൂടെയാണ് കടന്നു വരുന്നത്. നമ്മുടെ ഉള്ളങ്ങളെ ഒരുക്കി നമ്മളെ ശക്തീകരിക്കുന്നത് പരിശുദ്ധാത്മാവാം ദൈവമാണ്. ഇപ്പം ഇവിടെ പറഞ്ഞിട്ടില്ലേലും ഒളിഞ്ഞു കിടക്കുന്ന ആ ഏജൻസി, അല്ലേ? ദൈവം ചെയ്യുന്ന ആ കർത്താവിൻ്റെ ആളത്വം പരിശുദ്ധാത്മാവിലൂടെ. അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥനയിൽ അതും കൂടെ ചേർത്ത് പറഞ്ഞു, കർത്താവെ പരിശുദ്ധാത്മാവിനാൽ എനിക്ക് വചനത്തിലൂടെ വെളിപ്പാട് പകർന്നു തരണം, അതിലൂടെ എൻ്റെ ഹൃദയത്തെ കത്തിക്കുകയും ചെയ്യേണ്ട ആ ഉത്തരവാദിത്വം പരിശുദ്ധാത്മാവിൻ്റെതാണ്, അതൊന്ന് ചെയ്തു തരണമേ എന്നാണ് ഈ കാന്തയുടെ പ്രാർത്ഥന. അപ്പം ഞാനൊന്ന് വ്യാഖ്യാനം ഒന്ന് നിർത്തിയിട്ട് അല്പം ചോദിക്കട്ടെ. കാന്തയൊക്കെ കൊള്ളാം, നമ്മളോ? ഇതാണോ നമ്മുടെ ഒന്നാമത്തെ പ്രാർത്ഥന? ഇതാണോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഒന്നാമത്തെ നിലവിളി? നമ്മളൊരു കാന്തയാണോ അതോ പുരുഷാരത്തിൻ്റെ കൂടെ നിന്ന് കർത്താവുമായിട്ട് വ്യവഹാരം മാത്രം ചെയ്യാൻ വന്ന വ്യാപാരിയാണോ? നിങ്ങൾ കർത്താവിൻ്റെ കൂടെ വ്യാപാരം ചെയ്യുന്ന ആളാണോ അതോ കാന്തയാണോ? അല്ലേ, വ്യത്യാസമുണ്ടല്ലേ? ഭർത്താവിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾ ഭർത്താവിൻ്റെ ഭാര്യ, രണ്ടും ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ആളാണ്, പക്ഷെ വ്യത്യാസമുണ്ട്. ഒരാൾ സ്നേഹബന്ധമാണ്, മറ്റേത് വ്യാപാര ബന്ധമാണ്. ഒന്നും കിട്ടിയില്ലേലും ഉഭയസംബന്ധം ചെയ്ത പങ്കാളി കൂടെ കാണും, മറ്റവൻ ലാഭം കിട്ടിയില്ലേ അപ്പോൾ കളഞ്ഞേച്ച് പോകും, പാർട്ട്ണർ പോയി, അല്ലേ? നമ്മൾ പറയാറില്ലേ, ബിസിനസ്സിൽ കൂടെ നിന്നും പറ്റിച്ചേച്ച് പോയി. അവന് ലാഭക്കണക്കുകൾ നോക്കിയാണ് ആ ബന്ധം പുലർത്തണോ വേണ്ടതെന്ന് അവൻ ചിന്തിക്കുന്നത്. എന്നാൽ ഉഭയസമ്മതം ചൊല്ലിയപ്പോൾ എന്തോ പറഞ്ഞേ? നിങ്ങളൊക്കെ കല്യാണം കഴിച്ചവരാണല്ലോ, എന്തോ പറഞ്ഞേ? കിട്ടിയാലും ഇല്ലേലും, ആരോഗ്യം ഉണ്ടേലും ഇല്ലേലും, ഇനി ഉണ്ടാലും ഇല്ലേലും. എന്തിനാ ഇത് പറയുന്നത്? ഇതിലൊന്നുമല്ല, എനിക്ക് നീയാണ് പ്രധാനം, നീ എന്ന വ്യക്തിയാണ് പ്രധാനം, അല്ലാതെ ഉണ്ണാനുണ്ടോ ഉടുപ്പാനുണ്ടോ അതൊന്നും അല്ല പ്രധാനം. അതൊന്നും ഇല്ലേലും മരണം വരെ നമ്മൾ ഒന്നിച്ച് നിൽക്കും. ഇതാണ് വിവാഹ ബന്ധത്തിൽ ഉഭയസമ്മതം പറഞ്ഞ് നിങ്ങൾ കല്യാണം കഴിച്ചതല്ലേ? അപ്പോൾ ആ ബന്ധത്തിന് അടിസ്ഥാനം ലാഭക്കണക്കുകളല്ല, ലാഭം വന്നാലും നഷ്ടം വന്നാലും നമ്മൾ ഒന്നിച്ച് നിൽക്കും. അപ്പോൾ അതാണ് ഇവിടുത്തെ ചിത്രം. കർത്താവ് ഈ ദൈവവുമായിട്ടുള്ള ബന്ധം ചിത്രീകരിക്കാൻ വേറെ ഒരു ബന്ധവും കണ്ടില്ല, അതുപോലൊരു ബന്ധം വേറെ ഇല്ല, അല്ലേ? നമ്മളെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധമൊക്കെ പറയും, പക്ഷെ അത് രക്തബന്ധമാണ്, ഇതൊരു രക്തബന്ധവും ഇല്ല.
അല്ലേ? രക്തബന്ധത്തെ കല്യാണം കഴിക്കാൻ പാടില്ലെന്നാണ് വചനത്തിൽ പറഞ്ഞു, അല്ലേ? നമുക്ക് അടുത്ത ബന്ധുക്കളൊന്നും കല്യാണം കഴിക്കാൻ പാടില്ല. അപ്പോൾ രക്തബന്ധമല്ലാത്ത ഒരാൾ ഉഭയസമ്മതം ചൊല്ലി നമ്മൾ അത്രോളം സ്നേഹിക്കുക, അതാണ് വിവാഹബന്ധത്തിൻ്റെ മഹത്വം. ആ ബന്ധം ഒരു ഉപമയായി എടുത്ത്, ഒരു സാദൃശ്യമായിട്ട് എടുത്ത് കർത്താവ് പറയാണ്, ഇങ്ങനാണോ നിങ്ങൾക്ക് എന്നോടുള്ള ബന്ധം? അല്ലേ? നിങ്ങൾ എൻ്റെ ആരുമല്ലാതിരുന്നപ്പോൾ ഞാൻ രക്തം ചൊരിഞ്ഞ് ഒരു ഉടമ്പടി സ്ഥാപിച്ച് നിങ്ങളെ ആനയിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്നോടുള്ള ബന്ധം ഇത് കിട്ടും, നാളെ മറ്റേത് കിട്ടും, നാളെ ഞാൻ ആ പദ്ധതി നേടിയെടുക്കും, ഇങ്ങനെ കണക്ക് കൂട്ടലുകളുടെ ബേസിസിലാണോ? അതോ കാന്തൻ എന്ന് പറയുന്ന വ്യക്തി, യേശു എന്ന് പറയുന്ന വ്യക്തിയാണ് എനിക്ക് പ്രധാനം, അവൻ്റെ ചുംബനം കിട്ടിയാൽ എനിക്ക് വേറൊന്നും വേണ്ട എന്നാണോ നിങ്ങൾ പറയുന്നേ? നിങ്ങളുടെ പ്രാർത്ഥന അതാണോ പ്രിയപ്പെട്ടവരെ? ഞാൻ ആദ്യമേ പറഞ്ഞു, ഇന്ന് ഈ വ്യാപാരം അല്ലെങ്കിൽ ഈ വ്യാപാര ബന്ധം വളർത്തുന്ന ഒരുപാട് ശുശ്രൂഷകളുണ്ട്. ഈ സഭയിൽ അത് ഒരുപാട് പറഞ്ഞു വലിപ്പിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? നമ്മൾ ഈ സാമ്പത്തിക സമൃദ്ധിയുടെയും ഇങ്ങനത്തെ കള്ള ബൈരാജ ബൈ ടീമുകൾക്കെതിരെയൊക്കെ ആണ് ഈ സഭ നിലകൊള്ളുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അതിവിടെ പറയേണ്ട കാര്യമില്ല. എന്നാൽ വേറൊരു കൂട്ടരുടെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. വിശുദ്ധി പ്രസംഗിക്കുന്ന സഭയിൽ ഒരു കുഴപ്പമുണ്ട്. അപ്പം നമ്മളും വിടും അതിൽ. എന്താ അറിയോ, ഈ വിശുദ്ധി പ്രസംഗിക്കുമ്പോൾ ചിലരുടെ വിചാരം, ഓഹോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അപ്പോൾ കുറച്ചുകൂടെ വിശുദ്ധനായി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കർത്താവ് എന്നെ അംഗീകരിക്കും. ഓഹോ അപ്പോൾ പിന്നെ ഒരു 10 അടി കൂടുതൽ വിശുദ്ധീകരണം പ്രാപിച്ച കുറച്ചുകൂടെ കർത്താവ് എന്നെ അംഗീകരിക്കും. ഇങ്ങനെ മെറിറ്റ് ബേസ്ഡ് ആവും, പെർഫോമൻസ് ബേസ്ഡ് ആവും. അതായത് ഞാൻ എന്തോ വിശുദ്ധീകരണത്തിലൂടെ യോഗ്യത നേടി കർത്താവിൻ്റെ സ്നേഹം പിടിച്ചെടുക്കുകയാണെന്ന്. അതാണ് കത്തോലിക്ക സഭ. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ, അല്ലേ? രക്ഷ കൃപയാലല്ല പ്രവൃത്തിയാലാന്ന് പറയുന്ന സുവിശേഷമാണ് ഇപ്പോൾ പറഞ്ഞത്. ചിലരുടെയൊക്കെ ഉള്ളിലിരിപ്പ്, നിങ്ങളുടെ ഉള്ളിലിരിപ്പ് ചിന്തിക്കണം. ഞാൻ വിശുദ്ധി പ്രസംഗിക്കുന്ന സഭയിലാണ് കൂടുതലും ശുശ്രൂഷിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ചിലരുടെയൊക്കെ ഉള്ളിലിരിക്കുന്ന സുവിശേഷം ഈ പറഞ്ഞ സുവിശേഷമാണ്. നിങ്ങൾ ചിലപ്പം ശാരീരികമായിട്ട് കത്തോലിക്ക സഭ വിട്ടവരായിരിക്കും, ഉള്ളിൽ ഇപ്പോഴും ആ കത്തോലിക്കൻ ഇരിപ്പുണ്ട്. പ്രവൃത്തിയാലാണ് ദൈവം എന്നെ നീതീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതല്ല സുവിശേഷം. നിങ്ങളുടെ പ്രവർത്തികളിൽ എന്നും മാർക്കിട്ട് ദൈവം നിങ്ങളെ ഒരു പടി ഇങ്ങോട്ട് വാ ഒരു പടി അങ്ങോട്ട് വാ എന്ന് പറയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശരിക്കും കൃപയിൽ നമ്മൾ അടിസ്ഥാനമിട്ടാലേ വിശുദ്ധീകരണം നടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നടക്കുന്ന എന്താ അറിയാമോ, നിയമവാദത്തിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വിശുദ്ധീകരണമാണ്. നമ്മൾ പഴയ നിയമത്തിലെ പോലെ നിയമമൊക്കെ അനുസരിച്ചൊരു നീതീകരണം സ്ഥാപിച്ചെടുക്കാൻ നോക്കുകയാണ്. അതിന് പറയുന്ന പേരാണ്, അറിയാം എന്താ പേരെന്ന്? നിർജീവ പ്രവർത്തികൾ. എബ്രായ ലേഖനം 9 പറയുന്നത്, അങ്ങനത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് നിങ്ങളുടെ മനസാക്ഷിയെ ശുദ്ധീകരിച്ച് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളെ എത്രയധികം യേശുക്രിസ്തുവിൻ്റെ രക്തം സഹായിക്കുമെന്നാണ്. പലർക്കും രാവിലെ സൺഡേ വന്നിട്ട് ആരാധിക്കാൻ പറ്റാത്തതറിയാമോ? ഞാൻ കണ്ടിട്ടുണ്ട്, വിശുദ്ധി പ്രസംഗിക്കുന്ന സഭയിലൊക്കെ ഉണ്ട്. സൺഡേ രാവിലെ വന്ന് ദൈവം എന്ന് പറഞ്ഞാൽ ആദ്യം ചിന്തിക്കുന്നു, അയ്യോ പാപം. ദൈവം എന്ന് പറയുമ്പോൾ ആദ്യം ചിന്തിക്കുന്ന സ്നേഹമല്ല, പാപം, അല്ലേ? നിങ്ങളതിനൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾക്ക് മനസാക്ഷി കുത്താണ്. യേശുക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നമ്മുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് പോക്കുമെന്നാണ് എബ്രായ ലേഖനം 9 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നല്ല മനസാക്ഷി ഇല്ല. അതെന്താ നല്ല മനസാക്ഷി ഇല്ലാത്ത? യേശുക്രിസ്തുവിൻ്റെ രക്തം ചൊരിഞ്ഞല്ലോ, അത് മനസാക്ഷി പ്രവൃത്തിയും നോക്കിയിരിപ്പാണ്. അയ്യോ ഞാൻ മറ്റേ പാവം വിട്ടില്ല, അപ്പോൾ പിന്നെ ഇപ്പോഴും ദൈവത്തിന് എന്നോട് വലിയ സ്നേഹമൊന്നുമില്ല. ഇങ്ങനെയാണ് പല വിശുദ്ധി പ്രസംഗിക്കുന്നവരിയ്ക്കുന്നത്. എന്നാൽ വചനത്തിൽ പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാവോ എപ്പോഴാണ് നമ്മൾ ശരിയായ വിശുദ്ധീകരണത്തിൽ വളരുന്നതെന്ന്? ഈ വിഷയം ഞാൻ ചിന്തിച്ചല്ലേ പോലും നമുക്കൊന്ന് വായിക്കാം. തീത്തോസിൻ്റെ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായം 4 മുതൽ 8 വരെ ആരെങ്കിലും ഒന്ന് വായിക്കാവോ? തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 4 മുതൽ 8. വളരെ ചിന്തിക്കേണ്ട ഒരു വേദമാണ്. നമ്മൾ പലപ്പോഴും വായിച്ചങ്ങ് വിടും, പക്ഷേ ശ്രദ്ധിച്ചെല്ലാവരും കേൾക്കുക. തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 4 മുതൽ 8. നാം ചെയ്ത നീതി പ്രവൃത്തികൾ കൊണ്ടല്ല. എല്ലാവരും കേട്ടോ, നമ്മളെ രക്ഷിച്ചത് നമ്മൾ ചെയ്ത നീതി പ്രവൃത്തി കൊണ്ടല്ല. ഇത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വിശ്വസിക്കുന്നു ഞാൻ ചിന്തിക്കുന്നു. അതെ, അടുത്ത വാക്യം.
അതെ, നമ്മൾ വീണ്ടും ജനിക്കുകയും ചെയ്തു, പരിശുദ്ധാത്മാവിന്റെ ഒരു ഉണർവും പ്രാപിച്ച് നമ്മൾ നീതീകരിക്കപ്പെട്ടു. ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. ആ എല്ലാരും കേട്ടോ? അത് ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തിക്ക് വേണ്ടി ഉത്സാഹികളാകണമെങ്കിൽ എന്തോന്നാ ദൃഢമായി പറഞ്ഞണ്ടേ? നിങ്ങൾ നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തികളാലല്ല, കൃപയാലത്രേ, കൃപയാലത്രേ. ഇത് നീ തീത്തോസെ, നീ വീണ്ടും വീണ്ടും പഠിപ്പിച്ചെങ്കിൽ മാത്രമേ വിശ്വാസികൾ സൽപ്രവൃത്തികൾക്കായിട്ട് ഉത്സാഹികളാകത്തുള്ളൂ. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതാണ് നീതീകരണവും ശുദ്ധീകരണവും തമ്മിലുള്ള ബന്ധം. കൃപ പ്രസംഗിച്ചാലേ യഥാർത്ഥ സൽപ്രവൃത്തി സഭയെ വിളങ്ങത്തുള്ളൂ. അപ്പൊ പിന്നെ ഈ വിശുദ്ധി സഭകളിലൊക്കെ കാണുന്ന സൽപ്രവൃത്തി പിന്നെന്തോ? അത് സൽപ്രവൃത്തി അല്ല, നേരത്തെ പറഞ്ഞ നിർജീവ പ്രവർത്തികളാണ്. നിർജീവ പ്രവർത്തികൾ ഉളവാക്കാൻ ഒന്നും ചെയ്യണ്ട. നീയൊക്കെ മര്യാദ കണക്കിൽ ദൈവം വെട്ടിക്കളയും കേട്ടോ. ഇങ്ങനെ പ്രസംഗിച്ചാൽ മതി, കുറച്ചൊന്ന് വിരട്ടിയാൽ മതി. എന്നെ പോലുള്ള പ്രസംഗന്മാര് നാവിനൊരു ലൈസൻസും ഇല്ലാത്ത പ്രസംഗന്മാർക്ക് എന്തും പ്രസംഗിച്ച് പേടിപ്പിച്ച് നിങ്ങളെ കൊണ്ട് വിശുദ്ധി വടിയടിപ്പിച്ച് ചൂരൽ കൊണ്ട് വിശുദ്ധി ഉളവാക്കാൻ പറ്റും. അതല്ല ഇവിടെ പറഞ്ഞു. കൃപ പ്രസംഗിക്കണം. നിങ്ങളുടെ ആരുടെയും നീതി പ്രവർത്തിയാലല്ല കർത്താവ് നമ്മളെ നീതീകരിച്ചിരിക്കുന്നതെന്ന് ശക്തമായിട്ടും വ്യക്തമായിട്ടും പ്രസംഗിച്ചാലേ ദൈവജനം ഈ പറഞ്ഞ യോഗ്യത നേടാനുള്ള ദുരുദ്ദേശമൊക്കെ മാറ്റിവെച്ച് യഥാർത്ഥ സൽപ്രവൃത്തി ചെയ്യും. ഒന്നും നേടാനല്ല, ഒരു രീതിയിലും കർത്താവുമായിട്ട് കച്ചവടം ചെയ്യാനല്ല. ഞാൻ ഒരു പ്രവൃത്തി ചെയ്യാം, നീ ഇങ്ങോട്ട് എനിക്ക് ദൈവപ്രസാദം തന്നാൽ മതി. മറ്റവർ സാമ്പത്തിക സമൃദ്ധി വരണമെന്ന് പറയും, നമ്മൾ പറയുന്നത് ദൈവപ്രസാദം ഇങ്ങോട്ട് തരണമെന്ന്. അങ്ങനെ കച്ചവടത്തിനല്ല ഞാൻ സൽപ്രവൃത്തി ചെയ്യുന്നത്. ദൈവത്തോടുള്ള സ്നേഹം നിമിത്തം ശരിയായ വിശുദ്ധീകരണം. പക്ഷെ അതെവിടെ വരണം? അടിസ്ഥാനം കൃപയായിരിക്കണം. അല്ലാതെ എൻ്റെ പ്രവൃത്തി കാരണമാണ്, ഞാൻ വിശുദ്ധി പാലിക്കുന്നവനായതുകൊണ്ടാണ് എന്നെ ദൈവം അംഗീകരിക്കുന്നതെന്ന് ചിന്തിക്കുന്ന അഹന്തയുള്ള ഹൃദയങ്ങളിൽ ഈ പറഞ്ഞ സൽപ്രവൃത്തി വരികയില്ല, അല്ലേ? ഇപ്പൊ ഇവിടെ തന്നെ ഈ ഉത്തമഗീതത്തിലെ കാന്തയ്ക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അതറിയാവോ നിങ്ങൾക്ക്? താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ അറിയാം. 5-ാമത്തെ വാക്യത്തിൽ പറയാണ്, യെരൂശലേം പുത്രിമാരെ ഞാൻ കറുത്തവളെങ്കിലും, അപ്പോൾ എന്നെ കാണാൻ വലിയ അഴകൊന്നുമില്ല, പക്ഷേ ശലോമോന്റെ തിരശീലകൾ പോലെയും അഴകുള്ളവളാകുന്നു. ഞാൻ കറുത്തവളാണ്, പക്ഷേ ശലോമോന്റെ കണ്ണിൽ എനിക്ക് അഴകുണ്ട്. നിങ്ങൾ എന്നെ തുറിച്ചു നോക്കില്ല, താഴോട്ട് പിന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റു മനുഷ്യർ എന്നെ അംഗീകരിക്കത്തില്ലായിരിക്കും, എനിക്ക് അത്ര വലിയ നീതി പ്രവൃത്തിയൊന്നും പറയാനൊന്നുമില്ല, വീമ്പ് പറയാനൊന്നുമില്ല, പക്ഷെ എനിക്കറിയാം കൃപയുടെ നാഥൻ എന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ഇവള് പറയാണ് ഞാൻ കറുത്തവളാണെന്ന്, അല്ലെ? താഴോട്ട് നോക്കി 8-ാമത്തെ വാക്യത്തിലാണ് കാന്തൻ വാതുറക്കുന്നത്. അതിനു മുമ്പ് കാന്തന്റെ ഒരു കാര്യവും 8-ാമത്തെ വാക്യം വരെ വായിക്കുന്നില്ല. 8-ാമത്തെ വാക്യത്തിൽ കാന്തൻ പറഞ്ഞു തുടങ്ങുന്നതൊന്ന് നോക്കിക്കേ. സ്ത്രീകളിൽ അതിസുന്ദരിയെ, കറുത്തോളും വെയിൽ കൊണ്ടോളും എന്നൊക്കെ പറഞ്ഞിട്ട് കാന്തം വിളിക്കുകയാണ് സ്ത്രീകളിൽ അതിസുന്ദരി. അപ്പൊ ഇവിടെ ചിലർ ഇരിപ്പുണ്ടായിരിക്കും, എന്നെ പോലൊരു ഭാവി ഇല്ലേ, ഇന്നും ഞാൻ ആ പാപമൊക്കെ ചെയ്ത് കർത്താവ് ഞാൻ എന്തെങ്കിലും ഗുണം പിടിക്കുമോ? ഈ ബിജിച്ചായ പോലൊക്കെ ഞാൻ എന്തെങ്കിലും താഴ്മ പിടിക്കുമോ? അപ്പോഴാണ് കർത്താവ് ഉടനെ വിളിക്കുന്നത് സ്ത്രീകളിൽ അതിസുന്ദരിയേ, അല്ലേ? എൻ്റെ പ്രിയ കാന്തേ. നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റും? അതെന്തൊരു കർത്താവാ അത്? ഇതിനി മറ്റേ കൃപയുടെ വല്ല ദുരൂപദേശമാണോ? അല്ലേ? കൃപയുടെ ദുരൂപദേശം പറയുന്നവൻ കൃപ ഉണ്ട്, ഇനി സൽപ്രവൃത്തി ഒന്നും വേണ്ടെന്ന് പറയും. ഇവിടെ തീത്തോസിന്റെ ലേഖനത്തിൽ അതല്ല. കൃപയുണ്ടെന്ന് വിശ്വസിച്ചാൽ സൽപ്രവൃത്തി വരും, പക്ഷെ അത് കൃപയിൽ വിശ്വസിക്കുന്നതിനേ ഉള്ളൂ. കൃപയാലാണ് നീതീകരണം എന്ന് വിശ്വസിക്കുന്നതിനേ ശുദ്ധീകരണം ഉള്ളൂ. ഈ കാന്തയ്ക്ക് അതറിയാം, ഞാൻ കറുത്തവളാ, പക്ഷേ ശലോമോന്റെ കണ്ണിൽ എനിക്ക് അഴകുണ്ട്. നിങ്ങൾക്കതറിയാമോ? അല്ലാതെ നമ്മളെല്ലാം തികഞ്ഞേച്ച് നമ്മളെ സ്നേഹിക്കുന്ന ദൈവമല്ല. അതെന്തോന്ന് ദൈവം? അത് കൃപയുടെ സുവിശേഷമേ അല്ല, അത് പ്രവൃത്തിയുടെ സുവിശേഷം. ഒന്നും തികഞ്ഞില്ലേലും എല്ലാ തികവുള്ള കർത്താവിൽ കടമായിട്ടൊരു നീതി തന്നെ പിതാവ് അംഗീകരിച്ചു എന്ന് മാത്രമല്ല, പുത്രനെ പോലെ അവൻ എന്നെ സ്നേഹിക്കുന്നു. അതാണ് സുവിശേഷം. ഈ അംഗീകാരം, ഈ കൃപ രുചിച്ചറിഞ്ഞെങ്കിലേ യഥാർത്ഥ ശുദ്ധീകരണം നമ്മളിൽ നിന്ന് ഉളവാകത്തുള്ളൂ. ഇല്ലെങ്കിൽ കപട ശുദ്ധീകരണമാണ് ഉളവായി വരുന്നത്. ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള നടനമാണ് ഉളവായി വരുന്നത്. പരീശന്റെ വിശുദ്ധിയാണ് നമ്മളിൽ വിളങ്ങുന്നത്. പുറമേയൊക്കെ കാണിക്കാൻ കൊള്ളാം, കാലിലൊന്ന് ചവിട്ടിയാൽ മതി, വായിലൂടെ വരും ദുർഗന്ധം. അവൻ്റെ തനി സ്വഭാവം പുറത്തു വരും, അല്ലേ? സഭയിൽ വന്ന് ഇങ്ങനെയൊക്കെ ഇരിക്കും, പാട്ടുപാടുമ്പോൾ ഒരു ആക്ഷനൊക്കെ കാണും, വലിയ ഭവ്യതയൊക്കെ കാണിക്കും, പക്ഷേ അകത്തെ മനുഷ്യന് ഒരു ശുദ്ധീകരണവും വന്നിട്ടില്ല. അകത്തെ മനുഷ്യന് ശുദ്ധീകരണം വരുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ദൈവകൃപ അനുഭവിക്കുക. അപ്പോൾ
ഈ രണ്ട് വസ്തുതകളും, ഒന്ന് വ്യാപാരം ചെയ്യുന്നവർ സാമ്പത്തിക കാര്യങ്ങൾക്കായിട്ടും ഭൗതിക നന്മകൾക്കായിട്ട് ദൈവമായിട്ട് വ്യാപാരം ചെയ്യുന്നു. എന്നാൽ വിശുദ്ധി വിശ്വസിക്കുന്നവരും ചിലര് ഈ യോഗ്യത വെച്ചിട്ട് വ്യാപാരം ചെയ്യാൻ നോക്കുകയാണ്. സ്വന്തം പ്രവൃത്തിയിൽ, സ്വന്തം നീതിയിൽ ഞാനൊരു യോഗ്യതയൊക്കെ നേടിയിട്ട് കർത്താവ് ഇങ്ങോട്ട് കുറച്ച് അനുഗ്രഹങ്ങളൊക്കെ തരാൻ, ഈ രണ്ട് വ്യാപാര ബന്ധങ്ങളും തള്ളി നീക്കിയിട്ട് ദൈവവുമായിട്ട് ഈ കാന്ത പാലിക്കുന്ന ഒരു പ്രേമബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരണം, അല്ലേ? അതാണ് ആവശ്യം. എനിക്ക് ഈ ഉഭയസമ്മതം ചൊല്ലിയപ്പോൾ പറഞ്ഞതുപോലെ, എനിക്ക് ഉണ്ടേലും ഇല്ലേലും, എനിക്കെന്തെങ്കിലും കിട്ടിയാലും ഇല്ലേലും ഞാൻ നിൻ്റെ കൂടെ നിൽക്കും കർത്താവേ. നീയാണ് എൻ്റെ കാന്തൻ, നീയാണ് എൻ്റെ മണവാളൻ, നിൻ്റെ സ്നേഹമാണ് എനിക്ക് ഏറ്റവും അത്യാവശ്യമെന്ന് ഞാൻ വിശ്വസിച്ച എൻ്റെ ആദ്യ പ്രാർത്ഥന. അല്ലേ? ഇനി പ്രസംഗം എപ്പോൾ തീരുമെന്ന് എനിക്കറിയാം, എത്രയും പെട്ടെന്ന് തീർക്കാം. തുടർന്ന് പറയുന്നത് കേട്ടെ. ഇനി ഞാൻ രത്ന ചുരുക്കത്തിൽ അങ്ങ് പറഞ്ഞു പോയി, അല്ലാതെ നോട്ടൊക്കെ നോക്കിക്കൊണ്ടിരുന്ന് ഇവിടെ ഇരിക്കും. അതിന് കാരണമാണ്, എന്തുകൊണ്ടാണ് ഈ കാന്ത ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ആ കാരണം ഒന്ന് നോക്കിക്കേ. 2-ാം വാക്യത്തിൻ്റെ അടുത്ത ഭാഗം, നിന്റെ പ്രേമം വീഞ്ഞിലും രസകരമാകുന്നു. ഈ വീഞ്ഞെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ബൈബിളിലെ കാവ്യാത്മക പുസ്തകങ്ങൾ, നമ്മൾ ഇംഗ്ലീഷ് വിസ്ഡം ബുക്സ് എന്ന് പറയും. അതായത് സങ്കീർത്തനങ്ങൾ, സദൃശ്യവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം, ഇവിടെ എല്ലാം വീഞ്ഞെന്ന് പറയുന്നത് കാവ്യാത്മക ഭാഷയിൽ ലൗകിക സുഖത്തെ സൂചിപ്പിക്കുന്നതാണ്. നിങ്ങൾ എഴുതി വെക്കുക, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല. സങ്കീർത്തനം 104:15, ഇയ്യോബ് 1:13, സങ്കീർത്തനം 4:7, ഇവിടെ എല്ലാം വീഞ്ഞ് ലൗകിക സുഖത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒരു ചിത്രമാണ്. കർത്താവ് വീഞ്ഞ് നമുക്ക് നൽകുക എന്ന് പറഞ്ഞാൽ, അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ചിത്രമാണ്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് ചിന്തിച്ചാൽ, ഇവിടെ ഈ കാന്ത പറയുന്നത് എന്താ അറിയാമോ? ഈ ലൗകിക സുഖത്തെക്കാളെല്ലാം എനിക്ക് രസം എന്താണെന്നറിയാവോ? എൻ്റെ കാന്തൻ്റെ സ്നേഹമാണ്, അല്ലേ? നിങ്ങൾക്കത് പറയാൻ പറ്റുമോ? നമ്മൾ പുതിയ നിയമം പ്രത്യേകിച്ചെടുത്ത് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് യവന ഭാഷയിൽ നമ്മൾ പുതിയ നിയമം വായിക്കുമ്പോൾ ഒരു പദം രണ്ടിടത്ത് വരുന്നുണ്ട്. ആ പദം ഞാൻ യവന ഭാഷയൊന്നും ഇവിടെ പറയുന്നില്ല, പക്ഷെ ആ പദം ഒന്നാമതായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ ലേഖനം 11:25 അവിടെ പറഞ്ഞിരിക്കുന്നത് പാപത്തിൻ്റെ തൽക്കാല ഭോഗം. അവിടെ ആ ഭോഗം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് യവന ഭാഷയിൽ രണ്ടിടത്തെ പുതിയ നിയമത്തിലുള്ള ഒന്ന് ഇതാണ്, പാപത്തിൽ കിട്ടുന്ന താൽക്കാലിക സുഖം. അടുത്തതായിട്ട് അത് ഉപയോഗിച്ചിരിക്കുന്നത് 1 തിമോത്തിയോസ് 6:17 അവിടെ പൗലോസ് പറയുന്നു, ദൈവം നമുക്ക് ആവശ്യമായതെല്ലാം നമ്മുടെ സുഖത്തിനായി നൽകുന്നു, ഫോർ അസ് ടു എൻജോയ്. ദൈവത്തിൻ്റെ പ്രൊവിഷനെ കുറിച്ചാണ് അവിടെ ആ എൻജോയ് എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക്. എബ്രായ 11:25 ഈ രണ്ടിടത്തെ ഈ യവന ഭാഷ ഉപയോഗിച്ചിട്ടുള്ളൂ, ഈ യവന പദം. അപ്പോൾ കണ്ടോ, രണ്ട് സുഖങ്ങൾ പുതിയ നിയമത്തിലും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പാപത്തിൻ്റെ താൽക്കാലിക സുഖം, പിന്നെ ഒന്ന് ദൈവമായിട്ട് നമുക്ക് നൽകുന്ന ഈ സാധാരണ മനുഷ്യർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉണ്ണാനും ഉടുപ്പാനും ഒക്കെ ഉള്ള സുഖം, അല്ലേ? ഈ രണ്ട് സുഖത്തെക്കാളും കാന്ത പറയുകയാണ്, എനിക്ക് കർത്താവിൻ്റെ സ്നേഹമാണ് ഏറ്റവും രസകരമെന്ന്. നിങ്ങൾക്കത് പറയാനറിയാമോ? നമ്മുടെ ഹൃദയങ്ങൾ അത് പറയുന്നുണ്ടോ? പാപത്തിൻ്റെ സുഖത്തെക്കാളും എനിക്ക് യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാണ് രസകരം. ഇന്ന് പലരും പറയുന്ന ബോറടിക്കുക, കോട്ടുവായിടുക സഭയിലിരുന്ന്, അല്ലേ? എപ്പം തീരും എൻ്റെ പ്രസംഗം, അല്ലേ? ചിലരിന്ന് ഉറങ്ങും, പ്രസംഗം തുടങ്ങിയാൽ ഉറങ്ങും, പ്രസംഗം കേട്ടില്ലേ ഉറക്കം വരത്തില്ല, അതുകൊണ്ട് രാത്രിയും ചെവി വെച്ച് ഉറങ്ങും, അല്ലേ? ഉറങ്ങാൻ വേണ്ടി പ്രസംഗം കേൾക്കുന്നവരുണ്ട്. നല്ല ഉറക്ക ഗുളികയാണ് പ്രസംഗം, കാരണം ചിന്തിക്കാൻ വയ്യ. 3-ാമത്തെ പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് ഉറങ്ങി, അല്ലേ? അപ്പോൾ ഉറങ്ങുന്ന കാന്തന്മാരാണ് ഇവിടെ ഉണരാൻ വേണ്ടി കരയുന്ന കാന്തയാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? അപ്പോൾ പാപത്തിൻ്റെ സുഖത്തെക്കാളും ഇനി ലോകത്തിലുള്ള നല്ല കാര്യങ്ങൾ, കല്യാണം കഴിക്കുക, ആഹാരം കഴിക്കുക, 1 തിമോത്തി 4 തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്കായി കർത്താവ് നൽകിയിരിക്കുന്ന കാര്യം സ്തോത്രത്തോടെ പറഞ്ഞ് ആസ്വദിക്കേണ്ട കാര്യങ്ങൾ, അല്ലേ? സാധാരണ മനുഷ്യർക്ക് പറഞ്ഞിരിക്കുന്ന സുഖങ്ങൾ, കല്യാണം കഴിക്കുക, ആഹാരം കഴിക്കുക. ഇതിനേക്കാളൊക്കെ സന്തോഷം എനിക്ക് യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാണെന്നാണ് ഈ കാന്ത പറയുന്നത്. അതായത് പ്രേമ പരവശയായ ഒരു കാന്തയാണ്. എനിക്ക് ഇത് കിട്ടിയിട്ട് പറ്റത്തില്ല, അല്ലേ? ചില മദ്യപാനികളൊക്കെ ഉണ്ട്, രാവിലെ ചേട്ടാ വന്നൊരു ജോലി, അയ്യോ എനിക്ക് കുടിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ നിൽക്കത്തില്ല, ഞാൻ വിറയ്ക്കും. വിത്ഡ്രോവൽ സിംറ്റം. നമുക്കൊക്കെ വിത്ഡ്രോവൽ സിംറ്റം ഉണ്ടോ? കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ ഇനി വൈകുന്നേരം പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ, ഇങ്ങനൊന്നും പ്രാർത്ഥിക്കാം എപ്പോഴും, പക്ഷെ അങ്ങനൊന്നും പ്രാർത്ഥിക്കണം ഇനി തിരിച്ച് പോയി ജോലിയൊന്നും ഇല്ലാത്തപ്പോഴേ. അങ്ങനെ ഒരു ലവ് സിക്നസ്, പ്രേമ പരവശയായ ഒരു കാന്തയുടെ ഹൃദയം നമുക്കുണ്ടോ? നമ്മുടെ ഏറ്റുപറച്ചിലാണോ ഇത്? അവൻ്റെ പ്രേമം ലോകത്തുള്ള എല്ലാ സുഖത്തെക്കാളും രസകരമാകുന്നു. രണ്ടാമതായിട്ട് അവൾ പറഞ്ഞിരിക്കുന്ന 3-ാമത്തെ വാക്യമാണ്, നിന്റെ തൈലം സൗരഭ്യമായത്, നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. നിന്റെ നാമം,
അല്ലേ? നിന്റെ നാമത്തെ ഞാൻ ഉപമിക്കുന്നത് ഒരു തൈലം പോലെയാണ്, അല്ലേ? ഒരു സൗരഭ്യവാസനയുള്ള ഒരു തൈലം, അതൊരു കുപ്പിക്കകത്തിരിക്കുകയല്ല, അത് പകരപ്പെട്ടു, അല്ലേ? ചില വീട്ടിലൊക്കെ നമുക്ക് പോകാൻ പറയും, ചില സ്ത്രീകൾ നടന്നു പോകുമ്പോൾ, എൻ്റെ അമ്മ ഇതെന്തോ ഇത് കുപ്പിക്കകത്ത് ഇറങ്ങി നിന്നോ ഇവള്, അല്ലേ? ഏതോ അത്ര കുപ്പിക്കകത്താണ്ട് ഇറങ്ങി വന്നതുപോലെ. അതാണ് ഈ പകർന്ന തൈലവും, അല്ലെ? ഇപ്പം അത്ര കുപ്പി കാണിച്ചാൽ വലിയ മണമൊന്നുമില്ല, പൊട്ടിച്ചൊഴിച്ചാലോ പിന്നെ ആ ഏരിയയിൽ എടുക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് മണമായിരിക്കും, അല്ലേ? അതാണ് നിന്റെ നാമം എനിക്കൊരു പകർന്നത്. അപ്പം നമുക്ക് നല്ല സൗരഭ്യവാസനയുള്ള ഒരു അത്തറിൻ്റെ അടുത്ത് പോയി നമുക്ക് എന്തോ നല്ല പ്രസന്നത തോന്നും, അല്ലേ? ആ പരിമളതയുടെ ഒരു സ്വാധീനം, നല്ല മണമാണല്ലോ. ചിലയിടത്ത് പോയാൽ ഇവിടെ നിൽക്കാൻ വയ്യ, ദുർഗന്ധം, അല്ലേ? നമ്മുടെ വണ്ടിയെ ഓടിക്കുമ്പോൾ ഒരു ചവറ് വണ്ടി ഓവർടേക്ക് ചെയ്താൽ വണ്ടി കുറച്ച് നേരം നിർത്തിയിട്ടൊരു ചായ കുടിച്ചിട്ട് പോവാ. കാരണം അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ കൊള്ളത്തില്ല, അല്ലേ? നമ്മൾ പതുക്കെ പോവും, സ്പീഡ് ബ്രേക്കറാണ് അതൊക്കെ, അല്ലേ? അപ്പോൾ കണ്ടോ, ഒരു നല്ല സൗരഭ്യവാസന അനുഭവിച്ചാൽ നമുക്ക് എങ്ങനെ ഒരു പ്രസന്നത വരും, ഒരു സന്തോഷം വരും. അതുപോലാണ് എനിക്ക് നിന്റെ നാമമെന്ന്. എന്ത് നാമം? വചനത്തിൽ നാമം എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തിൻ്റെ സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് സൗരഭ്യവാസനയുള്ള ഒരു പരിമള തൈലം പോലെയാണോ? ദൈവത്തിൻ്റെ വഴികൾ ധ്യാനിക്കുമ്പോൾ ഇതിങ്ങനെ സുഗന്ധം അനുഭവിക്കുന്ന പോലെയാണോ? ദൈവവചനം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ദൈവം വെളിപ്പാട് തരുമ്പോഴും കർത്താവിൻ്റെ ഓരോ വഴികളെ, കർത്താവ് ഇടപെടുന്ന രീതി, കർത്താവ് സംസാരിക്കുന്ന രീതി, ഇതൊക്കെ ധ്യാനിക്കുമ്പോൾ ഒരു വലിയൊരു അത്തറെടുത്ത് മണപ്പിക്കുന്ന പോലാണോ? അതാണ് ഇവിടെ കാന്ത പറയുന്നത്, അല്ലേ? നമുക്കിതൊക്കെ കേട്ട് ഇവൾക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ, അല്ലേ? തലയ്ക്കെന്തോ പ്രശ്നമുണ്ടോ എന്നൊക്കെയാണ് നമുക്ക് പലപ്പോഴും തോന്നുന്നത്. പക്ഷെ ഇതാണ് കർത്താവ് എന്നെ, ഇതായിരിക്കണം കാന്ത, അല്ലേ? തൻ്റെ കാന്തനെ ഓർത്ത് ഇത്ര സ്നേഹമുള്ളവൾ, അല്ലേ? അപ്പോൾ ഈ നാമത്തിൻ്റെ വിഷയം വരുമ്പോൾ ഇത് നമ്മൾ കൂടുതൽ ധ്യാനിക്കാൻ നമുക്ക് മനസ്സിലാവും. ഇത് തന്നെയാണ് കർത്താവ് തൻ്റെ പ്രാർത്ഥനയിൽ പഠിപ്പിച്ച, ശിഷ്യന്മാർ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ച പ്രാർത്ഥനയിലെ ഒന്നാമത്തെ പ്രാർത്ഥന എന്താണ്? നിന്റെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ, അല്ലേ? മഹത്വീകരിക്കപ്പെടണമേ. നിന്റെ നാമം അത്ര വിലയേറിയതാണ് കർത്താവ്. എനിക്ക് മറ്റേ ആഹാരത്തെക്കുറിച്ചും മിഷനെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ ആദ്യം ഇത് പ്രാർത്ഥിക്കണം. നിന്റെ നാമം എത്ര വിലയേറിയതാണെന്ന് ഞാൻ കാണുന്നു, അത് ലോകമെമ്പാടും ബഹുമാനിക്കപ്പെടണം, ആരും തുച്ഛീകരിക്കാൻ പാടില്ല. കണ്ടോ ആ വാഞ്ച കണ്ടോ? അത് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർക്കെ താഴോട്ടൊക്കെ പിന്നെ പ്രാർത്ഥിക്കാം. അതുകൊണ്ടാണ് ഈ കർത്താവിൻ്റെ പ്രാർത്ഥന ആരും നേരെയോ പ്രാർത്ഥിക്കാത്തത്. കാരണം ഈ ഹൃദയം വേണം. നിന്റെ നാമമാണ് കർത്താവ് ലോകമെമ്പാടും എല്ലാവരും മഹത്വീകരിക്കേണ്ടത്. ഇന്ന് നമ്മളെങ്ങനെ പ്രാർത്ഥിക്കുന്നറിയോ? എനിക്ക് അപ്പം തരണം, എനിക്ക് കല്യാണം തരണം, എനിക്ക് വീട് തരണം, എന്നിട്ട് നീ മഹത്വം എടുത്തു വന്നു. അവസാനം എല്ലാം നിന്റെ നാമമഹത്വത്തിനായിട്ട് ചെയ്തേക്കണേന്ന്. അതായത് എൻ്റെ ഉദ്ദേശങ്ങളൊക്കെ ചെയ്തിട്ട് നീ വേണം നാമമഹത്വം എടുത്തു വന്നു. പ്രാർത്ഥന അങ്ങനല്ല. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന, ഒന്നും തന്നില്ലേലും ഒന്നാമത്തെ പ്രാർത്ഥന നിന്റെ നാമം മഹത്വീകരിക്കപ്പെടണം. കാന്തയാണ് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. കാന്ത പറയുന്നുണ്ടോ നിന്റെ നാമം. അപ്പോൾ കണ്ട രണ്ട് കാര്യങ്ങൾ അവൾ പറയുന്നു. നിന്റെ സ്നേഹം ഏറ്റവും രസകരമാണ് എനിക്ക്, നിന്റെ നാമമാണ് ഈ ലോകമെമ്പാടും അറിയേണ്ട പരിമള തൈലം പോലെ സൗരഭ്യവാസനയുള്ളത്. നിന്റെ സ്വഭാവ സവിശേഷതകൾ അത്ര സ്തുത്യർഹമാണ്. പലപ്പോഴും നമ്മുടെ പോലത്തെ സഭായോഗങ്ങളിൽ ഈ സംഗീത ഉപകരണങ്ങളുടെ അതിപ്രസരം ഇല്ലാത്ത സഭായോഗങ്ങൾ, അതിനായിട്ട് ഞാൻ സ്തുതിക്കുന്നു. മറ്റ് സഭകളിൽ പോകുമ്പോൾ കാണാം ഇൻസ്ട്രുമെൻസ് ആണ് ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നത്. മനുഷ്യരിങ്ങനെ നിൽപ്പുണ്ട്. എനിക്കങ്ങനെ തോന്നുന്നു. എനിക്ക് അവിടെ ഒന്നും പോയി ആരാധിക്കാനേ പറ്റത്തില്ല, ദൈവത്തെക്കുറിച്ച് ഓർക്കാനേ പറ്റത്തില്ല. ശബ്ദ മലിനീകരണമാണ് അവിടെ എല്ലാം, അല്ലേ? അപ്പോൾ നമ്മുടെ ഈ സഭയിൽ പലപ്പോഴും ഈ മൂപ്പന്മാർ പറയും, ആർക്കെങ്കിലും ദൈവത്തെ സ്തുതിക്കാനുണ്ടെങ്കിൽ എഴുന്നേറ്റ് സ്തുതിക്കാം. അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും, ഇല്ലെങ്കിൽ ഒരു വചനം വായിച്ച് ഒരു പ്രബോധനം പറഞ്ഞു വെച്ചിരിക്കും. സ്തുതി കേൾക്കാറില്ലല്ലോ. സ്തോത്രം കേൾക്കാറുണ്ട്, നന്ദി. സ്തുതി പറയാൻ പറ്റാത്ത എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ ഗുണഗണങ്ങൾ അറിയണം. നമ്മളോട് എഴുന്നേറ്റ് എല്ലാവരും സ്തുതിക്കാൻ പറഞ്ഞു, അല്ലേ? എന്താണ് സ്തുതി? ദൈവം ആരാണെന്ന് പറഞ്ഞ് ദൈവത്തെക്കുറിച്ച് വാഴ്ത്തുക. പച്ച മലയാളത്തിൽ പറയട്ടെ, ദൈവത്തെക്കുറിച്ച് വീമ്പ് പറയാൻ അറിയണം. നമ്മൾ വീമ്പ് പറയുന്നുണ്ടല്ലോ, എൻ്റെ മറ്റേ അപ്പൂപ്പനുണ്ടല്ലോ, മറ്റേ എൻ്റെ അച്ഛൻ ആരാന്നറിയാം, ഓഫീസിൽ ചെന്നപ്പോൾ അവൻ എഴുന്നേറ്റ് നിന്നു. ഞാൻ ആരാണെന്ന് ഈ വീമ്പ് പറച്ചിൽ ദൈവത്തെക്കുറിച്ച് പറയാൻ അറിയണം. എൻ്റെ ദൈവം അത്യുന്നതനാണ്, എൻ്റെ ദൈവം കൃപയുടെ രാജാവാണ്, മഹത്വത്തിൻ്റെ ചക്രവർത്തിയാണ്. ഇങ്ങനെ പറയാൻ പറ്റണം. അതെങ്ങനെ പറയാൻ പറ്റും? രുചിച്ചറിഞ്ഞവനെ പറ്റത്തുള്ളൂ. ഇതുപോലെ കാണാ പിടിച്ചൊക്കെ പ്രാസമൊക്കെ വെച്ച് പറയാം, അത് കേൾക്കുമ്പോഴേ അറിയാം. കാണാ പിടിച്ച് പറയാം. ഹൃദയത്തിൽ നിന്ന് വരണമെങ്കിൽ സ്തുതി വരണം. സ്തോത്രമൊക്കെ പലർക്കും അറിയാം. സ്തുതി വരണമെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ പഠിച്ചവനും ധ്യാനിച്ചവനും രുചിച്ചവനും ആയിരിക്കണം. അതുകൊണ്ടാണ് വർഷിപ്പ് ലീഡറൊന്നും ഇല്ലാത്ത നമ്മുടെ പോലത്തെ സഭയിൽ സ്തുതി കേൾക്കാത്തത്. മറ്റു സഭകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, വല്ലവനും എഴുതിയ സ്തുതിയൊക്കെ എടുത്ത് വായിക്കും, അല്ലേ? അപ്പോൾ കണ്ടോ, ഇവിടെ
ഈ കാന്ത, ഞാൻ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ, നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനൊരു ഏറ്റുപറച്ചിൽ ഉണർന്നു വരുന്നുണ്ടോ? നിന്റെ നാമം കർത്താവ്, നിന്റെ സവിശേഷതകൾ, സ്വഭാവ ഗുണങ്ങൾ, അല്ലേ? പത്രോസ് പറയുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് നമ്മളെ രക്ഷിച്ചത്, അവൻ്റെ സർവ്വഗുണങ്ങളും പ്രസ്താവിക്കുവാൻ വേണ്ടി, അല്ലേ? അപ്പോൾ അവൻ്റെ ഗുണങ്ങളൊക്കെ നമ്മൾ ധ്യാനിക്കുന്നുണ്ടോ? ആരാധിക്കുന്നുണ്ടോ? അവസാനമായിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അവസാനം കാന്ത പറയാണ്, എന്നെ നിന്റെ അടുക്കലേക്ക് വലിക്കുക, കൂടുതൽ കൂടുതൽ അടുപ്പം കടന്നു വരട്ടെ, കൂടുതൽ കൂടുതൽ എനിക്ക് അടുത്തു വരണം. അടുത്തു വന്ന് എവിടെ പോകണമെന്നറിയാവോ? അവൻ എന്നെ പള്ളി അറകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇതുവരെ പുറത്തായിരുന്നു, ഇനി അകത്തളത്തിലേക്ക് കിടക്കണം, അല്ലേ? ഒരു കല്യാണം കഴിച്ചിട്ട് ഭാര്യയും ഭർത്താവും കിടപ്പുമുറിയിലേക്ക് പോകും. അതിനു മുമ്പേ പോയാൽ അത് അശ്ലീലതയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അനിവാര്യമാണ്. അവിടെയാണ് കുടുംബ ബന്ധത്തിൻ്റെ ഹൃദയം, അല്ലേ? കാതലായ ഭാഗം. അവരൊന്നിക്കുകയും അവർ പക്വത പ്രാപിക്കുകയും കുടുംബം പണിയുന്നതൊക്കെ അവിടാണ്, അല്ലേ? അതുപോലെ കർത്താവ് ആനയിച്ച് ആഴമേറിയ ഒരു കൂട്ടായ്മയിലേക്ക് ഈ കാന്തയെ കൊണ്ടുപോവുകയാണ്. അവിടെ ഉള്ള ഒരു വസ്തുത വളരെ ശക്തമായൊരു വസ്തുതയാണ്. അവിടെ ചെന്നപ്പോഴാണ് ഈ കാന്തയ്ക്ക് ഒരു കാര്യം മനസ്സിലായത്, ഇത് രാജാവാണ്. കണ്ടോ, നേരത്തെ പറഞ്ഞ അതേ സത്യമാണ്. കൃപ രുചിച്ചറിയും തോറും സമർപ്പണം കൂടും. അല്ലാതെ സമർപ്പണം കൂട്ടിയിട്ടല്ല കൃപ അനുഭവിക്കുന്നത്. അത് പ്രവൃത്തിയുടെ സുവിശേഷം. ഞാൻ കൂടുതൽ കൂടുതൽ സമർപ്പിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ കൃപ അല്ലല്ല, കൂടുതൽ കൂടുതൽ കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുമ്പോഴാണ് നമ്മൾ അവനെ സ്നേഹിക്കുന്നത്. 1 യോഹന്നാൻ പറയുന്നു. അപ്പോൾ കർത്താവിനെ കാന്തനായി കണ്ടുകൊണ്ട് അവനോട് അടുക്കുമ്പോഴാണ് നമ്മൾ ഇത് രാജാവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ യൗവനക്കാരോട് പ്രസംഗിച്ച അതാണ്. സക്കായിയോട് കർത്താവ് വന്നിട്ട് ഒന്നും പറഞ്ഞില്ലേ, സക്കായിയെ മോനെ ഇങ്ങിറങ്ങി വാ, വീട്ടിൽ പോവാം. സക്കായി ആളുകൾ വിളിച്ചത് പാപിയെന്നും ചുങ്കക്കാരന്മാരുടെ പ്രമാണിയെന്നും, അതായത് ഇവനൊരു കാശിനും കൊള്ളാത്തവെന്നാണ്. കർത്താവ് ഇവനെ ഓമനത്വത്തോടെ വിളിച്ചു. ഇവൻ സക്കായി, അവൻ്റെ അമ്മ വിളിച്ചതിന് ശേഷം അവനെ ആരും ആ പേരിട്ട് വിളിച്ചിട്ടില്ലായിരിക്കും. രണ്ടാമത്, ഇവൻ അബ്രഹാമിൻ്റെ പുത്രനാകുന്നു, അല്ലേ? പാപിയായവൻ, അപമാനിക്കപ്പെടേണ്ടവനെ കർത്താവ് മാനിച്ച് സ്നേഹിച്ച് ചേർത്ത് നിർത്തിയപ്പോൾ അവൻ വിളിക്കുകയാണ്, കർത്താവേ, ഇന്നലെ വരെ എൻ്റെ ഹൃദയത്തെ ഭരിച്ച പൈസയെ ഞാൻ മാറ്റിവെച്ച് നിന്നെ ഞാൻ ആരാധിക്കും. കണ്ടോ, ഹൃദയ ശുദ്ധീകരണം വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഹൃദയത്തിലെ വിഗ്രഹം നീങ്ങിയത് എങ്ങനെയാണെന്നറിയാവോ? കർത്താവ് അവിടെ നിന്നിട്ട് കർത്തൃത്വത്തെക്കുറിച്ചൊരു ബൈബിൾ സ്റ്റഡി നടത്തിയില്ല. നീ മര്യാദക്കൊക്കെ നടന്നില്ലല്ലേ അടി കിട്ടും എന്നല്ല പറഞ്ഞത്. നിയമവാദമല്ല അവനോട് പറഞ്ഞത്. അവനെ കൃപ അനുഭവിപ്പിച്ചപ്പോൾ അവൻ്റെ ഹൃദയം അലിഞ്ഞു. അതാണ് മാനസാന്തരം. അല്ലാതെ അടി കിട്ടും, നരകത്തിൽ പോകും, പേടി, അതൊന്നും അനുസരണമല്ല. യോഹന്നാൻ 15 കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ പിതാവിനെ അനുസരിച്ചതുപോലെ വേണം നിങ്ങൾ പിതാവിനെ അനുസരിക്കാൻ, നിങ്ങൾ എന്നെ അനുസരിക്കാൻ. യേശുക്രിസ്തു പിതാവിനെ അനുസരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ? ഭയത്തോടും, അയ്യോ അവൻ ചിലപ്പോൾ എന്നെ നരകത്തിൽ പിടിച്ചിടും, പേടിക്കുന്നു, ഇങ്ങനെയാണോ? പേടിയുടെ പുറത്താണോ? അല്ല, സ്നേഹബന്ധത്തിൻ്റെ ഊഷ്മളത നിമിത്തമാണ്, അല്ലേ? അതുപോലെ നമ്മളും കൃപ പ്രാപിച്ചവർ, എന്നെ ഇത്രത്തോളം ദൈവം സ്നേഹിക്കുന്നല്ലോ, ആ രുചിച്ചറിയുമ്പോൾ ഹൃദയത്തിൻ്റെ കാഠിന്യം അലിയും. അതാണ് മാനസാന്തരത്തിൻ്റെ തുടക്കം. സക്കായി വിളിച്ചു, കർത്താവേ. അതുവരെ യേശുവായിരുന്നു, ജനക്കൂട്ടം നോക്കിക്കൊണ്ടിരുന്ന യേശു. ഏതോ ഒരു സെലിബ്രിറ്റി പോകുന്ന ആരാന്നൊന്ന് നോക്കിയേച്ച് വരാമെന്നും പറഞ്ഞ് അവൻ മതിലേക്ക് കയറിയത്, അവൻ മരത്തേക്ക് കയറിയത്, അല്ലേ? അപ്പോൾ ആ യേശു തന്നെ വന്നിട്ട് പേരോടെ വിളിച്ച് വീട്ടിൽ പോകുന്നു, അല്ലേ? അപ്പോൾ അവൻ്റെ ഹൃദയം അലിഞ്ഞു. അപ്പോൾ കണ്ടോ, കൃപ കൂടുതൽ അനുഭവിക്കും തോറും സമർപ്പണം വർദ്ധിക്കും. ഈ അകത്തളത്തിൽ കയറിയപ്പോൾ രാജാവ്, അല്ലേ? എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. എന്നെ പള്ളിയറയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു, ഞങ്ങൾ നിന്നിൽ ഉല്ലസിക്കും. അതാരാ ഈ ഞങ്ങൾ? അല്ലേ? പല ദേവദാസന്മാരും അതിൽ കാണുന്നൊരു കാര്യം, ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ പോയി ദൈവസ്നേഹം അനുഭവിച്ച് ഉണർവ് പ്രാപിച്ചാൽ അതിൻ്റെ പ്രയോജനം അയാൾക്ക് മാത്രമല്ല, അയാൾ പിന്നെ ബന്ധപ്പെടുന്ന സകലർക്കും വരും. ഈ സഭയിൽ ഒരു സഹോദരൻ, ഒരു സഹോദരി ഈ കാന്തയുടെ ഹൃദയവുമായിട്ട് ദൈവസന്നിധിയിൽ പോയി ഉണർവ് പ്രാപിച്ചാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആ തീ കത്തും. ഞങ്ങൾ ഉല്ലസിക്കും. പല സഭയിലും ഒരാൾ പോലും ദൈവസന്നിധി ഭാഗത്തോണ്ട് ഉറക്കം തൂങ്ങി എല്ലാവരും ഇരിപ്പുണ്ട്. ഒരാൾ എഴുന്നേറ്റാൽ മതി. ദൈവം എപ്പോഴും ഒരാളെയാണ് നോക്കുന്നത്. ഒരുവൻ എൻ്റെ സന്നിധിയിലിരുന്നാൽ ഞാൻ അവനെ ഉണർത്തും, അവൻ്റെ വായിലൂടെ എൻ്റെ വചനത്തെ കൊടുത്ത് മറ്റുള്ളവരെ ഉണർത്തും. ഉണർവ് പ്രാപിച്ചവൻ മറ്റുള്ളവരെയൊക്കെ കത്തിക്കും, അല്ലേ? ആ സത്യം മനസ്സിലാക്കിയോ? അവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടാണ് ശുശ്രൂഷയുടെ ആരംഭം. 4-ാം വാക്യത്തിൻ്റെ ഒടുവിലാണ് ശുശ്രൂഷ. ശുശ്രൂഷ എങ്ങനെ ആരംഭിക്കണം?
ദൈവസന്നിധി പോയിരുന്ന് ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ദർശനം പ്രാപിച്ച് ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ ആഴമായ ഒരു വളർച്ച പ്രാപിച്ചിട്ട് അതിൻ്റെ ഒരു കവിഞ്ഞൊഴുക്കാണ് നമ്മുടെ ശുശ്രൂഷ. ഇന്ന് പലയിടത്തും ശുശ്രൂഷ 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 ശുശ്രൂഷ. അയ്യോ, മാറിയിരുന്ന് ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തോട് അടുക്കുക. വേറെ ജോലിയൊന്നുമില്ലേ? ഞാനൊരു ശുശ്രൂഷകനായിട്ട് പറയാം, പലയിടത്തും ശുശ്രൂഷയ്ക്കാണ്. അയ്യോ, ഇന്ത്യ മഹാരാജ്യത്തിൽ എത്ര കോടികളാണ് മരിക്കാൻ പോകുന്നത്. ആ സമയത്ത് നീ പോയിരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കണം. കാരണം പ്രാർത്ഥിച്ച് ദൈവത്തെക്കുറിച്ച് ശരിയായ ദർശനം കിട്ടിയില്ല ഞാൻ വല്ല തോന്നിവാസവും കാണിച്ചു വെക്കും. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പ്രവൃത്തിയുടെ സുവിശേഷമൊക്കെ പ്രസംഗിച്ചു വെക്കും. എന്നിലൂടെ ആർക്കും യേശുക്രിസ്തുവിനോട് ഈ പറഞ്ഞ മണവാട്ടി സഭയുടെ സ്നേഹമൊന്നും എനിക്ക് ഉണർത്താൻ പറ്റുകയില്ല. അതിന് ഞാൻ തന്നെ പോയിരുന്ന് കർത്താവിൻ്റെ പള്ളിയറകളിൽ കടന്ന് ഈ സ്വകാര്യ സ്നേഹബന്ധം അനുഭവിക്കണം. എങ്കിലേ എനിക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പകർന്നു കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തട്ടെ, ഒരുപാടായി. 3 പ്രായോഗിക നിർദ്ദേശം ഞാൻ വെറുതെ പറയുന്നേ, സമയമെടുക്കുന്നില്ല. ഒന്നാമത്തേത്, ഈ കാന്തയുടെ പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കാൻ ശീലിക്കുക. നമ്മുടെ ഹൃദയം കാന്തയുടേതുപോലെ ആയില്ലേ പോലും അറിഞ്ഞുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കാനുള്ളൊരു ശ്രമം നടത്തുക. കർത്താവായ യേശുവേ, അങ്ങയുടെ വായിൽ നിന്ന് പൊഴിയുന്ന തിരുവചനത്താൽ അങ്ങയുടെ സ്നേഹം വെളിപ്പെടുത്തി പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ഹൃദയത്തെ ഒന്ന് ഉണർത്തണമേ. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്നാമത്തെ പ്രാർത്ഥന ഇതാവട്ടെ: കർത്താവേ, എനിക്ക് നിൻ്റെ സ്നേഹം കൂടുതൽ രുചിച്ചറിയുവാൻ ഇന്ന് ദൈവവചനത്തിൽ നിന്ന് വെളിപ്പാട് പരിശുദ്ധാത്മാവിലൂടെ പകർന്ന് എനിക്ക് ഉണർവ് പകർന്നു തരണം. രണ്ടാമതായിട്ട്, ദൈവവചനത്തിൻ്റെ അടുക്കൽ എപ്പോൾ വന്നാലും ഇതായിരിക്കണം ഉദ്ദേശം. അല്ലാതെ കുറച്ച് കുറിപ്പുകളൊക്കെ ഉണ്ടാക്കി പ്രസംഗത്തിന് ഒരുങ്ങാം, ആർക്കെങ്കിലുമൊക്കെ ഇട്ട് ഡോസ് കൊടുക്കാം. അങ്ങനത്തെ ദുരുദ്ദേശത്തോടെ ദൈവവചനത്തിന് അടുത്ത് വരരുത്. പാണ്ഡിത്യം പ്രാപിക്കാൻ ദൈവവചനം വായിക്കരുത്. അത് പരീശന്മാർ ചെയ്ത കാര്യമാണ്. യേശുവിനെ കൂടുതൽ തിരിച്ചറിയുവാനും രുചിച്ചറിയുവാനും സ്നേഹിക്കുവാനും ഭക്തിജീവിതം വളരുവാനും മാത്രമേ ഈ ദൈവവചനം ഉപയോഗിക്കാവുള്ളൂ. അതിനുവേണ്ടി മാത്രമാണ് ഇത് പഠിക്കുന്നത്. അല്ലാതെ പ്രസംഗകനാകാനും പാണ്ഡിത്യം വിളമ്പാനും ഒന്നും ആയിരിക്കരുത്. അപ്പോൾ എപ്പോഴും ഇതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. ഈ 119 സങ്കീർത്തനത്തിൽ 38 വാക്യം: നിന്റെ ഭക്തിയെ വളർത്തുന്ന നിന്റെ വചനം എനിക്ക് നിവർത്തിക്കണമേ. കേട്ടോ, ദൈവവചനം എന്താ വളർത്തുന്നത്? ഭക്തി, അല്ലാതെ സാമ്പത്തികമല്ല. മറ്റേ പ്രസംഗം പറയുന്ന പോലെ ദൈവവചനം എന്ത് വളർത്തും? നിന്നെക്കുറിച്ചുള്ള എൻ്റെ ഹൃദയത്തിലെ ഭക്തി, എൻ്റെ പ്രേമം, എൻ്റെ സ്നേഹം വളർത്തും. അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. അവസാനമായിട്ട് ഇപ്പോൾ കണ്ടതുപോലെ ഇങ്ങനെ ഒരു ഉണർവ് ദൈവസന്നിധിയിൽ പ്രാപിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥ ശുശ്രൂഷ നമുക്ക് മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാൻ കഴിയുള്ളൂ. അവരുടെ ഹൃദയങ്ങളിലും ഈ കാന്തയുടെ സ്നേഹം ഉളവാക്കി അവരും മണവാട്ടി സഭയുടെ ഭാഗമാകുവാൻ നമുക്ക് എന്തെങ്കിലും കാമ്പും കഴമ്പും ഉള്ളത് ചെയ്യണമെങ്കിൽ ഇത് ആദ്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. അതാണ് ശുശ്രൂഷ. അല്ലാതെ ഞാനൊരു വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു, അയാൾക്ക് വലിയ സുഖം ഉണ്ടായി, അതൊന്നും ഒരു സുഖമല്ല, അതൊന്നും ഒരു ശുശ്രൂഷയല്ല. അയാൾക്ക് അല്പം സമാധാനമൊക്കെ വന്നു, അല്പം ടെൻഷനൊക്കെ കുറഞ്ഞു, അതല്ല. അയാൾ കാന്തയായോ? അയാൾക്ക് ഈ കാന്തയുടെ ഹൃദയം വന്നു. യേശുക്രിസ്തുവാണ് എനിക്കെല്ലാം എന്ന് അയാൾ പറയാൻ തുടങ്ങിയോ? മറ്റെല്ലാ സുഖത്തെക്കാളും എനിക്ക് രസകരം യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാണെന്നൊരു വ്യക്തി പറയാൻ തുടങ്ങിയാൽ നമ്മൾ ശുശ്രൂഷയിൽ എന്തെങ്കിലും ചെയ്തെന്ന് പറയാം, അല്ലേ? അപ്പോൾ അതാണ് ശുശ്രൂഷയുടെ നിർവചനം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കണം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ കാന്തയുടെ ഹൃദയം, കാന്തയുടെ ആദ്യത്തെ പ്രാർത്ഥന, അവളുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഏറ്റവും വലിയ നിലവിളി, അതാണ് ഇന്ന് നമ്മൾ ധ്യാനിച്ചത്. കർത്താവേ, എനിക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഒരു പുതിയ വെളിപ്പാട്, ഒരു പുതിയ ദർശനം അങ്ങ് വചനത്തിലൂടെ വെളിപ്പെടുത്തി തരണം. കാരണം അങ്ങയുടെ സ്നേഹമാണ് ലോകത്തിലെ സകല രസത്തെക്കാളും എനിക്ക് രസകരം. അങ്ങയുടെ നാമമാണ് കർത്താവ് എനിക്ക് ഏറ്റവും വിലയേറിയത്. അതെല്ലാവരും ബഹുമാനിക്കണമെന്നുള്ളതാണ് കർത്താവ് എൻ്റെ ഏറ്റവും ആഴമേറിയ ആഗ്രഹം എന്ന് പറയുന്നൊരു കാന്തയാണ് നമ്മൾ പരിചയപ്പെട്ടത്. നമുക്കും ആ കാന്തയെ പോലാകുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളിന്ന് വചനത്തിൽ നിന്ന് കണ്ടതുപോലെ അങ്ങയുടെ ആഗ്രഹം വീണ്ടും ജനിച്ച വീണ്ടെടുക്കപ്പെട്ട സകല ദൈവമക്കളും ഈ മണവാട്ടി സഭയുടെ ഭാഗമായിരിക്കണമെന്നാണല്ലോ കർത്താവേ. ഞങ്ങൾക്ക് കൃപ നൽകിയിരിക്കുന്ന ഇതിനായിട്ടാണല്ലോ. ഇതുപോലെ അങ്ങയെ സ്നേഹിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ തന്നിരിക്കയാൽ സ്തോത്രം കർത്താവേ. ദൈവകൃപയുടെ ആ ഉദ്ദേശം തന്നെ ഞങ്ങളിൽ നിറവേറപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ദൈവവചന ധ്യാനവും അതിന് ഉതകുന്ന രീതിയിൽ കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചന വെളിപ്പാടുകൾ അങ്ങ് തരുമ്പോൾ കർത്താവേ, അങ്ങുമായുള്ള പ്രേമബന്ധം വളരുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവവചനത്തെ മറ്റൊരു ഉദ്ദേശത്തിനും ഉപയോഗിക്കാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ ഞങ്ങളും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളുടെ ഒരു ഉണർവിനായിട്ട്
കാന്തയെ പോലെ പ്രാർത്ഥിക്കുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയ്ക്കായി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. മുന്നോട്ടുള്ള യാത്രയിൽ അങ്ങ് കൂടെ ഇരിക്കണമേ. ദൈവത്തെക്കുറിച്ച്, ക്രിസ്തുവിനെക്കുറിച്ച്, അങ്ങയുടെ മനോഹാരിതയെക്കുറിച്ച് യഥാർത്ഥമായ വാസ്തവമായ ഒരു ദർശനം അങ്ങ് പകർന്നു കൊടുക്കണമേ. അങ്ങയോടുള്ള സ്നേഹം നിമിത്തം, അങ്ങയോടുള്ള അഭിനിവേശം നിമിത്തം കർത്താവേ, അവർ അങ്ങേക്ക് വേണ്ടി വേല ചെയ്യുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഈ വചന ശുശ്രൂഷ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. സകല മാനവ മഹത്വം അങ്ങേക്ക് തന്നെ കരയറ്റുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.